محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ ഫളലുകൊണ്ട് ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്കനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ പ്രഭാഷണ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്നലകളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തിത്വമാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിനു ശേഷം അല്ല മുഹമ്മദ് നബി ചർച്ച ചെയ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോണുകളിൽ കടന്നുപോയ പ്രവാചകന്മാരുടെ അധരങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ യഹൂദികളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 89-ാം സൂക്തത്തിൽ വിശദീകരിക്കുന്നത് കാണാം. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. വളരെ നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥം, ആ കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് പുറമെ ആ മുൻകാല വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വരികയാണ്.
ആ മുഹമ്മദ് നബി അവർക്ക് പരിചയമില്ലാത്ത അറിയാത്ത ഒരാളല്ല. വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകളോട് അവർ യുദ്ധം ചെയ്യുന്ന വേളയിൽ ആ പ്രവാചകനെ കൊണ്ട് വിജയം തേടാറുണ്ടായിരുന്നു. ആര്? യഹൂദികളായ ആളുകൾ, അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായി നിലനിന്ന ആളുകൾ മുഹമ്മദ് നബി ലോകത്തിന്റെ നായകനായി കടന്നു വരുന്നതിന് മുമ്പ് തന്നെ കാനൂ യസ്തഫ്തിഹൂൻ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂൻ, മുഹമ്മദ് നബിയെ കൊണ്ട് വിജയം തേടാറുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. എങ്ങനെയാണ് അവർ വിജയം തേടിയിരുന്നത്? മഹാനായ ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. വഖദ് കാനൂ മിൻ ഖബ്ലി മജീഇ ഹാദാ റസൂൽ ബിഹാദൽ കിതാബ് യസ്തൻസിറൂന ബിമജീഇ അലാ അഅദാഇഹിം മിനൽ മുശ്രിക്കീൻ ഇദാ ഖാതലൂഹും. മക്കയിലെ മുശ്രിക്കുകളുമായി യഹൂദികൾ യുദ്ധം ചെയ്യുന്ന വേളയിൽ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അറബികളായ ആളുകൾ, ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് യഹൂദികളായ ആളുകൾ, ജൂതന്മാർ തിരിച്ചു പോകുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട്. ഇന്നഹു സയുബഅതു നബിയ്യുൻ ഫീ ആഖിറിസ് സമാൻ നഖ്തുലുകും മഅഹു ഖത്ല ആദിൻ വഇറം, ഞങ്ങൾക്കിടയിലേക്ക് ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട് ആഖിറു സമാനിൽ. ആ നബി ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നാൽ നഖ്തുലുകും മഅഹു ഖത്ല ആദിൻ വഇറം, ആ പ്രവാചകനോടൊപ്പം ചേർന്നുകൊണ്ട് ഇറം ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ അവരെ തുരത്തിയതുപോലെ നിങ്ങളെ തുരത്തിക്കൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് യഹൂദികളായ ആളുകൾ വളരെ നേരത്തെ അറബികളായ ആളുകളോട് പറയാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജനിച്ചതിനു ശേഷമല്ല ആളുകൾ മുഹമ്മദ് നബി മനസ്സിലാക്കാൻ തുടങ്ങിയത്. യഹൂദികളായ ആളുകൾക്ക് വളരെ നേരത്തെ ഈ പ്രവാചകനെ അറിയാം. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് ഖുർആൻ പറഞ്ഞു. വഇദ ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്. ഈ എക്കോടാൾ ഒരൽപ്പം കുറച്ചാലും സൗകര്യ. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ പറയണത്? മനസ്സിലാകുന്നുണ്ടോ? വഇദ ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, യാ ബനീ ഇസ്രായീൽ, ഓ ഇസ്രായേലരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, മറിയമിന്റെ പുത്രനായ ഞാൻ നിങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നത് എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്ത്, ആ തൗറാത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ദൂതനാണ് ഞാൻ. അഥവാ എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ മൂസാ നബിയെയും മൂസാ നബിക്ക് നൽകപ്പെട്ട തൗറാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളാണു ഞാൻ. അതിന് പുറമേ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്കു ശേഷം അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വരുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയുമായി കടന്നു വന്ന ആളുമാണു ഞാൻ. ഇതാണ് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിൽ ഉള്ളത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തൗറാത്തിലും ഇഞ്ചീലിലും മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ അനുയായികളെയും പരിചയപ്പെടുത്തിയിരുന്നു എന്ന്. മുഹമ്മദ് നബിയുടെ അനുയായികളുടെ അടയാളമെന്ത്, മുഹമ്മദ് നബിയുടെ പ്രത്യേകത എന്ത്, മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്ന ആ ദൗത്യത്തിന്റെ പ്രത്യേകത എന്ത് എന്നുള്ളത് ഉദാഹരിച്ചുകൊണ്ട്, ഉപമിച്ചുകൊണ്ട്, ഉപമ വിവരിച്ചുകൊണ്ട് അള്ളാഹു തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തിയിരുന്നുവെന്ന് സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറയുകയാണ്. ആ വിവരണം കേട്ടുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചുപോയി. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ ഇജ്അൽനി മിൻഹും, എന്നെ ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ അംഗമായി ചേർക്കണമേ എന്ന്. അതുകൊണ്ടാണ് ആഖിറു സമാന്റെ അടയാളമായി, ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നായി മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും ലോകത്ത് എന്ന് വിശദീകരിച്ചപ്പോ, മറ്റു പ്രവാചകന്മാർ, ലോകത്തൊരുപാട് പ്രവാചകന്മാർ കടന്നുപോയെങ്കിലും ആ പ്രവാചകന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി
ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രം എന്തുകൊണ്ട് ഈ പരിഗണന ലഭിച്ചു എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാർ അതിന്റെ ഹിക്മത്ത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അന്ന ഈസാ അലൈഹിസ്സലാം വജദ ഫിൽ ഇൻജീൽ ഫളല ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇൻജീലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ശ്രേഷ്ഠത വായിക്കുകയാണ്. ഏതുപോലെ കമാ ഫീ ഖൗലിഹി തആല ومثله في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ ഒരു ചെറിയ നാമ്പിട്ടുകൊണ്ട് ഒരു ചെറിയ വിത്തിൽ നിന്ന് നാമ്പ് പുറത്തു വരുന്നത് പോലെ ആ ദുർബലാവസ്ഥയിൽ നിന്നത് വളർന്ന് വലുതായി അത് വലിയൊരു കാമ്പായി തടിയായി ആ തടിയിൽ ഉറച്ചു നിൽക്കുന്ന രൂപത്തിലേക്ക് അത് പടർന്നു പന്തലിക്കുമെന്ന് ഉപമ ഖുർആൻ ഇൻജീലിൽ വിശദീകരിക്കപ്പെട്ടപ്പോൾ മഹാനായ ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ എന്നെയും ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ പെടുത്തേണമേ എന്ന്. ഫസ്തജാബല്ലാഹ് ദുആഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ദുആ ഖബൂലാക്കിയത് കൊണ്ടാണ്. പല കാരണങ്ങളിൽ ഒരു കാരണമായി അത് ഖബൂൽ ചെയ്ത കാരണത്താലാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ഈ ലോകത്തേക്ക് മുഹമ്മദ് നബിയുടെ മുമ്പ് നുബുവത്ത് കിട്ടിയ ആളായിട്ടും രണ്ടാമത് വരാനുള്ളൊരു ചാൻസ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ഉലമാ വിശദീകരിച്ചത് കാണാം. ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അധരങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തെ ചർച്ചയാണ്, ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് കാലദേശ ഭാഷ വ്യത്യാസമൊന്നുമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിരചിതമായ പുരാണങ്ങളിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ ശ്രീ രവിശങ്കർ അദ്ദേഹം വരെ കൃത്യമായി പ്രഖ്യാപിച്ചു, ഭവിഷ്യൽ പുരാണത്തിൽ അതിൽ പ്രതിസർഗ പർവ്വത്തിൽ 3-ാം കാണ്ഡത്തിൽ 3-ാം അധ്യായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്ന്, അറേബ്യയിൽ വരുന്ന പ്രവാചകനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ആചാര്യനായി നിലകൊള്ളുന്ന ശ്രീ രവിശങ്കർ വരെ വിശദീകരിച്ചത് കാണാൻ കഴിയും. അവിടെയും മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞു, ഏതസ്മിന്നന്തരേ മിളേച്ച ആചാര്യേണ സമന്വിത മഹാമ്മദ ഇതിക്യാത ശിഷ്യശാഖാ സമന്വിതം. മുഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ, മുഹമ്മദ് നബിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകൻ വരുന്നു എന്ന് മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലിനെ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ ബാധ്യതയാണ്. ആ പ്രവാചകനെ അറിയേണ്ടത് ലോകത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് പൂർണ്ണമായ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവാചകൻ അല്ലാഹു പറഞ്ഞു വിട്ടത്. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ളുഹയിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാഹ്. ഉദിച്ചുയരുന്ന സൂര്യൻ, ആ സൂര്യൻ ഇളയുച്ച പുറപ്പെടുവിക്കുന്ന സമയത്തെ സാക്ഷി നിർത്തിക്കൊണ്ടല്ല പറയുകയാണ്, ശാന്തമായ രാത്രിയെ സത്യപ്പെടുത്തിക്കൊണ്ടല്ല പറയുകയാണ്, മാ ബദ്ദഅക റബ്ബുക വമാ ഖലാ. ഒരിക്കലും നബിയെ താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടില്ല. എന്തേ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്തിന്റെ പദവി കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക സന്നിധാനത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ വഹയുകൾ ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഹയ് പ്രബോധനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് ഓതിക്കൊടുക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ വഹയ് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് ജനങ്ങളോട് പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞ് കുറച്ചു കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. കുറച്ചു കാലത്തേക്ക് വഹയ് വരുന്നില്ല. എല്ലാവരും കാത്തിരിക്കുകയാണ്, പുതിയത് എന്താണ് വരുന്നത്. പക്ഷെ ഒന്നും വരുന്നില്ല. ചില ആളുകൾ പറഞ്ഞു, അല്ലാഹു പടച്ചവൻ സൃഷ്ടാവ് മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ കൈവിട്ടു കളഞ്ഞു, ഇനി വഹയൊന്നും വരൂല്ല, അതൊക്കെ നിന്നുപോയി എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ ഉടൻ തന്നെ നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം
ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഓ നബിയെ, ഒരിക്കലും റബ്ബ് നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഈ ദുനിയാവിൽ അങ്ങക്ക് തരുന്നതിനേക്കാളും ഖൈറായത് അതേ നാളെ ആഖിറത്തിൽ വരാനുണ്ട്, താങ്കൾക്ക് ലഭിക്കാനുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അങ്ങയുടെ ആ റിള, അങ്ങയുടെ തൃപ്തി, അങ്ങക്ക് മതി എന്ന് തോന്നുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അല്ലാഹു നിങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു തരത്തിലും പ്രവാചക അങ്ങയോട് ഒരു വിദ്വേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുകയും ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടല്ല പറഞ്ഞു, നബിയെ, എങ്ങനെയാണ് അല്ലാഹു നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്? പടച്ചവൻ എങ്ങനെയാണ് നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവന്നത്? അലം യജിദക യതീമൻ ഫആവാ. ഓ നബി, അങ്ങ് യതീമായിരുന്നു, അനാഥനായിരുന്നു പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അനാഥൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഉമ്മയുടെ വയറ്റിൽ അല്ലാഹുവിന്റെ റസൂല് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ അജലത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞിരുന്നു. യതീമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. അനാഥനായിക്കൊണ്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. അനാഥത്വം എന്ന് പറഞ്ഞാൽ വെറും ഒരു അനാഥത്വം മാത്രമല്ലല്ലോ, നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടാൻ വന്ന ആളുകൾ പോലും പറഞ്ഞതെന്താ? അന്ത യതീം, നീ അനാഥനാണ്. കാരണം ആ കാലഘട്ടത്തിൽ അറേബ്യൻ കുടിലുകളിൽ ഒരു പ്രസവം നടന്നാൽ ആയമാർ ഓടിവരും ആ വീട്ടിലേക്ക്. ആ കുട്ടിക്ക് വേണ്ടി തെക്കും തിരക്കും കൂട്ടും, കൂലി പറയും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ട സന്ദർഭത്തിൽ ആളുകൾ അറിയുകയാണ്, ആമിനെ പ്രസവിച്ചിരിക്കുന്നു എന്ന വിവരം അറിയുകയാണ്. പക്ഷേ ആരും അങ്ങോട്ട് വരുന്നില്ല. ചില ആളുകളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ പോലും അവർ പറയുന്നത്, അത് യതീമായ കുട്ടിയാണ്, അതാ യതീം, ഇത് യതീമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ഇതിന് കൂലി ലഭിക്കില്ലല്ലോ, ഇതിന് പ്രതിഫലം കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകുമ്പോ അവസാനം ഹലീമ കടന്നു വരികയാണ്. ആ ഹലീമ കടന്നു വരുന്നത് വരെ നമുക്കെല്ലാവർക്കും അറിയാം, സുവൈബ എന്ന അടിമ സ്ത്രീ റസൂലുള്ളാഹിക്ക് മുലയൂട്ടുകയാണ്. അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ, ആ സുവൈബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടുകയാണ്. സുവൈബ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ നബിദിനമാകുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹദിയാണ് സുവൈബ. കാരണം അവർ അബൂലഹബിന്റെ അടിമ സ്ത്രീയാണ്. രണ്ട് പ്രഗത്ഭരായ ആളുകൾക്ക് മുലയൂട്ടാൻ ഭാഗ്യം കിട്ടിയ സ്ത്രീയാണ് അവർ. ഒന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമതൊരാള് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഈ രണ്ടുപേർക്കും മുലയൂട്ടിയ സ്ത്രീയാണ് സുവൈബ എന്ന അടിമ സ്ത്രീ. അബൂലഹബിന്റെ അടിമ സ്ത്രീയാണ്. അതാണ് ചില ആളുകൾ പറയുന്നത്, ഈ അബൂലഹബ് മരിച്ചതിനു ശേഷം കുറെ കാലം കഴിഞ്ഞിട്ട് അബൂലഹബിന്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരാള് അബൂലഹബിനെ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടത്? വളരെ പ്രയാസപ്പെട്ട് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ, വളരെ വിഷമം അനുഭവിക്കുന്ന രൂപത്തിൽ സ്വപ്നം കണ്ടപ്പോ ഈ സ്വപ്നം കണ്ട ആളെ ചോദിച്ചു, അല്ല നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു ഖൈറും ഇല്ല, ഒരു നന്മയും ഇല്ല. നേരെ മറിച്ച് തിങ്കളാഴ്ച എൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ ചെറിയ വെള്ളം സുഖീത്ത് എനിക്ക് നൽകപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം എനിക്ക് ചെറിയ ഒരു ആശ്വാസം. ആ ആശ്വാസം എനിക്ക് ലഭിക്കുന്നത് സുവൈബയെ മോചിപ്പിച്ചതുകൊണ്ടാണ് എന്ന് വ്യാഖ്യാനിച്ച് അവസാനം സുവൈബയെ മോചിപ്പിച്ചപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വിവരം ആദ്യമായി അബൂലഹബിനോട് പറയുന്നത് സുവൈബയാണത്രേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വിവരം അറിഞ്ഞ ആ സന്തോഷം കൊണ്ട് അത് ആദ്യമായി അബൂലഹബിനോട് പറയുന്നത് സുവൈബയാണ് എന്നുള്ളതിലൊക്കെ ആ സന്തോഷത്തിൽ ആണ് സുവൈബയെ
അബൂലഹബ് മോചിപ്പിച്ചത്, അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഈ രൂപത്തിൽ ഒരു സൗകര്യം ലഭിക്കുന്നത് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ സത്യത്തിൽ അത് ഒരിക്കലും ശരിയാവില്ല, ശരിയല്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സുവൈബയെ മോചിപ്പിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ അബൂലഹബ് കൊടുത്തിട്ടില്ല. അബൂലഹബ് ആ ഘട്ടത്തിലൊന്നും മോചിപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല, സുവൈബയെ അബൂലഹബ് മോചിപ്പിക്കുന്നത് പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഫലമ്മാ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅതഖഹാ അബൂലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിലാണ് ഈ അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചത് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. പിന്നെ സ്വപ്നം കണ്ടതാണ്. സ്വപ്നം ആരൊക്കെ എന്തൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ വിശദീകരിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് ഈ സംഭവം മുർസലാണ്. ഇനി മുർസല അല്ല, അത് ശരിയാണെന്ന് സമ്മതിച്ചാൽ തന്നെ റുഇയാ മനാമാണ്, അഥവാ സ്വപ്നം കണ്ടതാണ്. ഫലാ ഹുജ്ജത ഫീഹി. ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ദുനിയാവിൻ്റെ കാര്യത്തിൽ പോലും തെളിവാക്കാൻ പറ്റില്ല, പിന്നെ ലദീൻ്റെ കാര്യത്തിൽ തെളിവാക്കല്. ഇപ്പോൾ ഒരാൾ സ്വപ്നം കണ്ടു അപ്പുറത്തെ പറമ്പ് വിലക്ക് വാങ്ങിയെന്ന്, പിറ്റേന്ന് രാവിലെ ചെന്നിട്ട് പറയണെന്ത്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു ഇവിടുന്ന് വൈകുന്നേരം ഇറങ്ങിക്കോണം, ഇന്നലെ രാത്രി ഉറക്കത്തിൽ കച്ചവടമായതാണ്. ഇത് പറ്റുമോ? ഇല്ലല്ലോ. ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരാൾ സ്വപ്നം കണ്ടാൽ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ദീനിൻ്റെ കാര്യത്തിൽ പറ്റുമോ? അത്ര തന്നെ പറ്റൂല. അതല്ലെങ്കിൽ ഈ സ്വപ്നം കണ്ട ആൾ നബിയാകണം, പ്രവാചകനാകണം. പക്ഷേ ഇത് ഒരു പ്രവാചകനും കണ്ട സ്വപ്നമല്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി അല്ലാഹുവിൻ്റെ റസൂലിനെ മുലയൂട്ടുന്നത് സുവൈബയാണ്, ആ അടിമ സ്ത്രീയാണ്. ഹലീമ പോലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. യതീമായ കുട്ടി എടുക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അവരവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്, യതീമാണല്ലോ എന്ന നിലക്ക്. അങ്ങനെ അവർ മടങ്ങിപ്പോരുമ്പോൾ ഭർത്താവിനോട് ഹലീമ ബിവി ചോദിക്കുകയാണ്, നമുക്ക് എവിടെ നിന്നും കുട്ടിയെ കിട്ടിയില്ലല്ലോ, വെറും കൈയുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ബനൂ സഅദ് ഗോത്രത്തിൽ നിന്ന് ഇവിടേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും കുട്ടികളെ ലഭിച്ചു, നമ്മൾ മാത്രമാണ് കുട്ടികളില്ലാതെ മടങ്ങിപ്പോകുന്നത്. കൂലി ഒരൽപ്പം കുറഞ്ഞാലും വെറും കൈയുമായി തിരിച്ചു പോകേണ്ടതില്ലല്ലോ, നമുക്ക് ആമിനയുടെ മകനെ ഏറ്റെടുത്താൽ എന്താണെന്ന് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവ് തലയാട്ടുകയാണ്. അങ്ങനെ രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നു ഹലീമ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് ബനൂ സഅദ് ഗോത്രത്തിൻ്റെ തമ്പുകളിലേക്ക്, അഥവാ മരുഭൂമിയുടെ ആ മധ്യത്തിൽ നാടോടികൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ഗോത്രത്തിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീക്കപ്പെടുകയാണ്. എങ്ങനെയാണ് പ്രവാചകൻ കടന്നു വന്നത് എന്ന് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ആ റിസാലത്തിലേക്ക് പ്രവാചകൻ എങ്ങനെ എത്തി, നുബുവത്തിലേക്ക് റസൂലുള്ളാഹി എങ്ങനെ എത്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. അനാഥത്വത്തിന്റെ ഭാണ്ഡം പേറിയാണ് പ്രവാചകൻ കടന്നു വരുന്നത്. 5 കൊല്ലക്കാലം ഹലീമയോടൊപ്പം താമസിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സാധാരണ 2 കൊല്ലമാണ് ആയമാറൊരു കുട്ടിയെ മുലയൂട്ടാൻ കൊണ്ടുപോയാൽ സാധാരണ എടുക്കാറ്. പക്ഷേ 2 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആമിന ബീവിയുടെ അടുക്കലേക്ക് ഹലീമ വന്നുകൊണ്ട് അവകാശം ചോദിക്കുകയാണ്. കുറച്ചുകൂടി എൻ്റെ മകനെ നോക്കാൻ എനിക്ക് അവകാശം തരുമോ, എനിക്കതിന് അവസരം തരുമോ എന്ന് യാചിക്കുകയാണ്. അവസാനം 5 വയസ്സ് വരെ ഹലീമ ബീവി വളർത്തുകയാണ്. 5 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലരും ആ സന്ദർഭത്തിൽ കണ്ടിട്ടില്ല, കുടുംബക്കാർ പോലും അധികം കണ്ടിട്ടില്ല. കാരണം ബനൂ സഅദ് ഗോത്രത്തിലാണ്, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സഹോദരങ്ങൾ പോലും കണ്ടിട്ടില്ലെന്നതുകൊണ്ട് ആമിന ബീവിയുടെ അടുക്കലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചെത്തുമ്പോൾ ആമിന പറയുകയാണ്, നിന്റെ വാപ്പയുടെ സഹോദരങ്ങളുണ്ട്, അവർ യത്രിബിന്റെ ഭാഗത്താണ് താമസിക്കുന്നത്, അവിടേക്കൊന്ന് പോകണ്ടേ, നിന്റെ പിതാവിൻ്റെ ബന്ധുക്കളെ ഒന്ന് കാണണ്ടേ എന്ന് മകനോട് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ വളരെ സന്തോഷത്തോടെ വാപ്പയുടെ ബന്ധുക്കളെ കാണാൻ പോവുകയാണ് ഇന്നത്തെ മദീനയുടെ ഭാഗത്തേക്ക്. അവിടെ ചെന്ന് വാപ്പയുടെ സഹോദരങ്ങളെ കണ്ടു, സഹോദരികളെ കണ്ടു. ആമിന ബീവി കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയുമുണ്ട്. അബ്ദുള്ള എന്നവരുടെ അടിമയായിരുന്ന ഉമ്മു ഐമൻ ബക്ര എന്ന സ്ത്രീയുമുണ്ട്.
അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ഈ ബന്ധുക്കളെ മുഴുവനും സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ വരുന്ന വഴിയിലാണ് അബ്ദുള്ളയുടെ ഖബറുള്ളത്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ ഖബറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതാ തന്റെ മാതാവ് ആ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വാപ്പയുടെ ഖബർ കാണിച്ചു കൊടുക്കുകയാണ്, വാപ്പയെ കുറിച്ചുള്ള വിവരം തരുകയാണ്. ജീവിതത്തിലൊരിക്കൽ പോലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത പിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉമ്മ പറയുമ്പോൾ 6 വയസ്സ് മാത്രം പ്രായമുള്ള ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് നിറഞ്ഞുകൊണ്ടത് കേൾക്കുകയാണ്. വാപ്പയുടെ സംസാരത്തെ കുറിച്ച്, വാപ്പയുടെ അതുപോലെ തന്നെ സൗന്ദര്യത്തെ കുറിച്ച്, വാപ്പയുടെ ആകാര സൗഷ്ഠത്തെ കുറിച്ച്, വാപ്പയുടെ ഇടപെടലുകളെ കുറിച്ച്, വാപ്പയുടെ ഇഷ്ടാനുഷ്ടങ്ങളെ കുറിച്ച് ഉമ്മ പറയുന്ന വാക്കുകൾ മനസ്സു നിറയെ കേട്ട് വാപ്പയുടെ ഖബർ കണ്ട് ഇതാ അവിടെ നിന്ന് മടങ്ങുകയാണ് മക്കയിലേക്ക് മടങ്ങുന്ന വഴിക്ക് അബവ എന്ന് പറയുന്ന സ്ഥലമെത്തുമ്പോ ആമിനക്ക് ശാരീരികമായ പ്രയാസം അനുഭവപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മക്ക് രോഗം ബാധിക്കുകയാണ്. ആ അബവായിൽ വെച്ചുകൊണ്ട് അവർ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. 6 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഇതാ വഴിയിലാകുകയാണ്. മക്കയിലേക്ക് മടങ്ങി വരാൻ ഉമ്മയില്ലാതെ മക്കയിലേക്ക് മടങ്ങേണ്ട ഒരവസ്ഥ, അഥവാ വാപ്പയുടെ ഖബർ കണ്ട് മടങ്ങി വരുമ്പോൾ ഉമ്മക്ക് ഖബർ കുഴിക്കേണ്ടി വന്ന അവസ്ഥ. ആ അവസ്ഥക്ക് അല്ലാഹുവിന്റെ റസൂൽ വിധേയനായി 6-ാം വയസ്സിൽ. നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ അനാഥത്വം എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ നാട്ടിലെ ഒരു യതീമിനോട് ഒരിക്കലും ഉപമിച്ചുകൂടാ. നേരെ മറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അനാഥത്വമാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്നത്. മക്കയിലേക്ക് മടങ്ങി വരാൻ ഇനി ആകെയുള്ളത് തന്റെ പിതാവിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഉമ്മു ഐമൻ ബക്കറ എന്ന അടിമസ്ത്രീ മാത്രമാണ്. ആ അടിമസ്ത്രീ കൈപിടിച്ചുകൊണ്ട് മക്കയുടെ മണ്ണിലേക്ക് മടങ്ങി വരുമ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാനുള്ളത് ഇനി ആരാണ് അവിടെ റസൂലുള്ളാഹിയെ സ്വീകരിക്കാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രതീക്ഷയുമില്ലാതെ മക്കയുടെ മണ്ണിലേക്ക് മടങ്ങി വരുമ്പോ അബ്ദുൽ മുത്തലിബ് കരം നീട്ടി കാത്തിരിക്കുകയാണ് മകനെ, അഥവാ തന്റെ പിതാവിനെ വളർത്തിയ കരങ്ങളുടെ കയ്യിലേക്ക് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറ്റം ചെയ്യപ്പെടുമ്പോ ജനിച്ചിട്ട് ഇതുവരെ വാപ്പയുടെ ലാളന കിട്ടിയിട്ടില്ലാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പിതാവിന്റെ തലോടൽ ലഭിച്ചിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിന്റെ തലോടൽ കിട്ടുമ്പോ വല്ലാതെ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. കാരണം ഒരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം, ഒരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ട ലാളന അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ നൽകുമ്പോ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായി ആസ്വദിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. ഇതാ 2 കൊല്ലം അങ്ങ് കഴിയുമ്പോൾ അബ്ദുൽ മുത്തലിബും യാത്ര പറയുകയാണ്. സഹോദരങ്ങൾ മനസ്സിലാക്കണം, അബ്ദുൽ മുത്തലിബും യാത്ര പറഞ്ഞു പോവുകയാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോ, അഥവാ 8 വയസ്സിനുള്ളിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ടത് വാപ്പയാണ്, ഉമ്മയാണ്, വല്ലുപ്പയാണ്. ഒന്നിനു പുറകെ ഒന്നായി സ്നേഹം തരുന്നവർ യാത്ര പറഞ്ഞു പോകുന്നു, വിട പറഞ്ഞു പോകുന്നു. അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന വേളയിൽ തന്നെ അബൂ താലിബിന്റെ കൈപിടിച്ചേൽപ്പിച്ചിട്ടാണ് അബ്ദുൽ മുത്തലിബ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞത്. കാരണം അബ്ദുൽ മുത്തലിബിന്റെ കാലശേഷം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിലക്കും അവഗണിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ട് തന്നെ മറ്റു മക്കൾ അബ്ദുൽ മുത്തലിബിനുണ്ടെങ്കിലും അബൂ താലിബിനെ അബ്ദുൽ മുത്തലിബ് തിരഞ്ഞെടുക്കാൻ കാരണം അബൂ താലിബ് എന്നുള്ളത് അബ്ദുള്ള എന്നവരുടെ, അതല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയായ അബ്ദുള്ള എന്നവരുടെ ഉമ്മയൊത്ത സഹോദരനാണ് അബൂ താലിബ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലക്കും അവഗണന വരാതിരിക്കാൻ അബൂ താലിബിനെ ഏൽപ്പിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തുനിന്ന് യാത്രയാവുകയാണ്. ഇതാ അബൂ താലിബിന്റെ ലാളനയിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതാവുകയാണ്. അബൂ താലിബിന്റെ ലാളനയിലാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. 40 വയസ്സ് എത്തി നബുവത്ത് ലഭിക്കുന്ന സന്ദർഭത്തിലും അബൂ താലിബിന്റെ ചുവട്ടിൽ തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, അലം യജിദ്ക യതീമൻ ഫആവാ. ഓ നബിയെ, അങ്ങ് യതീമായി ലോകത്തേക്ക് കടന്നു വന്നു. അങ്ങ് യതീമായി ബാല്യത്തെയും കൗമാരത്തെയും കടന്നു കഴിഞ്ഞു. ആ സന്ദർഭത്തിലെല്ലാം ഫആവാ, തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാതെ, അവഗണിക്കപ്പെടാതെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് അഭയം തന്നില്ലയോ നബിയേ? അബൂ ത്വാലിബിന്റെ കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുമ്പോൾ പോലും നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വലുതായി 40-ാം വയസ്സിൽ നബുവത്ത് കിട്ടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നബി നടന്നുപോയത്. ത്യാഗോജ്ജലമായിരുന്നു പ്രവാചകന്റെ മക്കാ ജീവിത കാലഘട്ടം. 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ഇതാ കടന്നു വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പ്രബോധകനായി മാറുകയും ആ തൗഹീദ് ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയും റിസാലത്തിന്റെ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്ത ആ സന്ദർഭത്തിൽ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അല്ലാഹുവിന്റെ റസൂലിനെതിരായി. നമുക്കെല്ലാവർക്കും അറിയാം ചരിത്രം, ഞാൻ അങ്ങോട്ട് നീട്ടി പറയുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി പ്രവാചകനെ കൊല്ലാൻ വന്നവരുണ്ട്, പ്രവാചകനെ തല്ലാൻ വന്നവരുണ്ട്, പ്രവാചകനെ അധിക്ഷേപിച്ച ആളുകളുണ്ട്, പ്രീണിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്, പീഡിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. അങ്ങനെ എല്ലാവരും എതിരായ വേളയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകാൻ അബൂ ത്വാലിബ് സന്നദ്ധനായിരുന്നു. ഒരിക്കൽ പോലും നബിയിൽ വിശ്വസിക്കാൻ അഥവാ റസൂലുള്ളാഹിയുടെ റിസാലത്തിൽ വിശ്വസിക്കാൻ അബൂ ത്വാലിബ് തയ്യാറായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം ഉൾക്കൊള്ളാൻ അബൂ ത്വാലിബ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി കളവ് പറയുന്ന ആളാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണോ? ഒരിക്കലും അല്ല. നേരെ മറിച്ച് അബൂ ത്വാലിബിന് നന്നായി അറിയാം, അദ്ദേഹം തന്നെ അത് പറഞ്ഞു, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു ഔ ഹിദാരി മസബ്ബത്തിൻ ലവജദ്തനി സംഹം ബിദാക മുബീനാ. അബൂ താലിബ് പറയുന്ന പ്രഖ്യാപനമാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. എനിക്ക് നന്നായി അറിയാം ലോകത്തുള്ള ദീനുകളിൽ ഏറ്റവും നല്ല ദീൻ മുഹമ്മദിന്റെ ദീനാണെന്ന്. എനിക്ക് നന്നായി അറിയാം ലോകത്ത് നിലനിൽക്കുന്ന മതങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മതം മുഹമ്മദിന്റെ മതമാണ് എന്ന് നന്നായി എനിക്കറിയാം. ലൗലൽ മലാമതു ഔ ഹിദാരി മസബ്ബത്തിൻ ലവജദ്തനി സംഹം ബിദാക മുബീനാ. ആളുകൾ എന്നെ ആക്ഷേപിക്കുമെന്ന ഭയമില്ലായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമെന്ന പേടിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും വ്യക്തമായി മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ് അബൂ ത്വാലിബ്. അഥവാ നാട്ടുകാരെന്ത് പറയും, ആളുകൾ എന്ത് പറയും, തന്റെ പ്രതാപം പോകുമോ എന്ന് പേടിച്ച് മാത്രം അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കാതെ മാറി നിന്ന ആള് അബൂ ത്വാലിബ്. മരിക്കുന്ന നേരത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു അബൂ ത്വാലിബിന്റെ അടുക്കിലേക്ക്. മരിക്കുന്ന നേരത്ത് ചെല്ലുമ്പോ ഫവജദ ഇൻദഹു അബാ ജഹൽ വ അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യ. അവിടെ ചെല്ലുമ്പോ രണ്ടാളുകൾ നേരത്തെ വന്ന് അവിടെ ഉണ്ട്. ആരാണ്? ഒന്ന് അബൂ ജഹലാണ്, രണ്ട് അബൂ ഉമയ്യയുടെ മകനായ അബ്ദുള്ള. ഈ രണ്ടാളുകൾ നേരത്തെ അവിടെ വന്ന് നിൽക്കുകയാണ് അബൂ ത്വാലിബിന്റെ അടുക്കൽ. അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറയാൻ നേരമാണ്. ഇതാ അദ്ദേഹം ആ സക്രാത്തിന്റെ ഹാലിലാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നുകൊണ്ട് പറയുകയാണ്, യാ അമ്മു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്. ഒരേ ഒരു വാചകം അങ്ങൊന്ന് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂ. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂ. ഇത് അബൂ താലിബിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അവിടെ നിൽക്കുന്ന അബൂജഹൽ, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യ, രണ്ടുപേരും അബൂ താലിബിനോട് ചോദിക്കുകയാണ്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ വഴി വിട്ട് പാറാൻ ഉദ്ദേശിക്കുകയാണോ? ഈ അവസാന നേരത്ത് നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ അവരെ അവഗണിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ അമ്മ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂപ്പാ. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് സാക്ഷി പറഞ്ഞു നോക്കാം, അള്ളാഹുവിനോട് ഞാനും പറയാം, നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാം.
ആ സന്ദർഭത്തിൽ വീണ്ടും അബൂജഹൽ ചോദിക്കുകയാണ്, അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗം വിട്ട് നിങ്ങൾ പോവുകയാണോ? അതെ, ആ മാർഗം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവസാനമായി അദ്ദേഹം പറയുന്നു, അബൂ താലിബ് പറയുന്നു, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ അദ്ദേഹം വിസമ്മതം കാണിച്ചു. അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എന്ത്? ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് യാത്ര പറയുന്നത്. നബിയുടെ ഹൃദയം പൊട്ടിപ്പോയി. പ്രവാചകൻ പറഞ്ഞു, അമാ വല്ലാഹി ലഅസ്തഗ്ഫിറന്ന ലക, ഓ ഉപ്പാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. കാര്യം ചെറിയ ആളല്ല മരിച്ചത്, ചെറിയൊരാളല്ല ഈ മരിച്ചത്. നേരെ മറിച്ച് 8ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ റസൂലിനെ പോറ്റിയ കരങ്ങളാണ്. 8 വയസ്സ് മുതൽ നബിയെ വളർത്തിക്കൊണ്ടുവന്ന കൈകളാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്ന ആ സന്ദർഭത്തിലും ആളുകൾ മുഴുവൻ എതിരായ വേളയിലും പ്രവാചകനെ സംരക്ഷിച്ച ഉപ്പയാണ് മരിച്ചുപോയത്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. നബിയുടെ ഖൽബ് പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ല അസ്തഗ്ഫിറന്ന ലക്, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കാം. ഉടൻ തന്നെ വരുന്നു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറയുന്നു, മാ കാലനിൽ നബി വല്ലദീന ആമനു അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ഒരു നബിക്കും അതുപോലെ തന്നെ ഒരു വിശ്വാസിക്കും യോജിച്ചതല്ല അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന, മുശ്രിക്കുകളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് ഒരു നബിക്കും യോജിച്ചതല്ല, ഒരു മുഅ്മിനിനും യോജിച്ചതല്ല. വലൗ കാനൂ ഉലിൽ ഖുർബാ, അവർ അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിനു ശേഷം അങ്ങനെ ആ ശിർക്കിന്റെ വാഗ്ദാവായി അത് പ്രഖ്യാപിച്ച് മരിച്ചുപോയ ആള് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നത് ഭൂഷണമല്ല നബിയേ. പിൻവലിക്കണം ആ വാക്ക്. ലാ അസ്തഗ്ഫിറന്ന ലക്, നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് പറഞ്ഞ വാക്ക് പിൻവലിക്കണം. ഒരിക്കലും ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഖുർആൻ കൃത്യമായി പറയാണ്, ഓ നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ മുഴുവനും ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവനാണ് ഹിദായത്തിലാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സുകൊണ്ട് ഏറ്റവും അടുത്ത വ്യക്തിത്വങ്ങളിൽ ഒരാളായ അബൂ താലിബ് ഈ രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ബാല്യത്തിലും കൗമാരത്തിലും യുവത്വത്തിലും ഇത്തരം ആളുകളുടെ അഭയത്തിലാണ് ജീവിച്ചു വന്നത് എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപടിയായി വളർന്നു. നാടുമായി ബന്ധപ്പെട്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട്, നാട്ടുകാരുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്, 40 വയസ്സെത്തുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഒരു ബിസിനസ്സുകാരനായി, കച്ചവടക്കാരനായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ദേശാന്തരങ്ങൾ താണ്ടിക്കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിനസ് നടത്തി, കച്ചവടം ചെയ്തു, ആടിനെ മേയ്ക്കാൻ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅതത് അലൈഹി 40 ഫഅശ്റഖത് ശംസുൻ നുബുവതി മിൻഹു ഫീ റമളാനി. 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിന്റെ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ കടന്നു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ്, റിസാലത്തിന്റെ ഘട്ടം ആരംഭിക്കുകയാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിതാബ് നൽകപ്പെടുകയാണ്.
അവിടെ ലോകത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സുന്ദരമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ്. ലോകത്ത് തുല്യതയില്ലാത്ത നിലപാടുകൾ ലോകത്തിന്റെ മുന്നിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ അടക്കത്തിലും അനക്കത്തിലും, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലേക്ക് മുഴുവനും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നൽകുകയാണ്. പൂർണ്ണ മനുഷ്യനായി ജീവിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഏതൊരിടത്ത് ഒരു മനുഷ്യൻ ജീവിക്കുന്നുവോ ആ മനുഷ്യ ജീവിതത്തിലേക്ക് മുഴുവൻ ആവശ്യമായത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും 23 കൊല്ലക്കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് കാണിച്ചു തരുകയാണ്. ഏതെങ്കിലും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളഞ്ഞു എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല. ഒരു രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിക്കാതെ മരിച്ചുപോയി എന്ന്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു വിവരണം തരാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത രൂപത്തിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും മാതൃകയാവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അതേ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ വ്യത്യസ്ത അവസ്ഥകളിൽ ജീവിക്കുന്നവരാണ്. എല്ലാവരും ഒരേ അവസ്ഥയിൽ ജീവിക്കുന്നവരല്ല. ഇവിടെ സമ്പന്നതയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, തികഞ്ഞ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, ഭരണാധികാരിയായി ജീവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രജകളായി ജീവിക്കുന്ന ആളുകളുണ്ട്, യജമാനന്മാരായി ജീവിക്കുന്ന ആളുകളുണ്ട്, അടിമകളായി ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ ഭിന്ന സാഹചര്യങ്ങളിൽ ഏത് മേഖലകളിൽ നിങ്ങൾ ജീവിച്ചാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമമായ മാതൃക ലോകത്തിന് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. നീ ഒരു ദരിദ്രനാണെങ്കിൽ ശൈബ് അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ 3 കൊല്ലക്കാലം പട്ടിണി കിടന്ന റസൂൽ നിനക്ക് മാതൃകയായി വർത്തിക്കുകയാണ്. കാരണം എല്ലാവരാലും ബഹിഷ്കരിക്കപ്പെട്ട് അവസാനം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാതെ ശൈബ് അബി ത്വാലിബിന്റെ മലഞ്ചെരുവിലേക്ക് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ ചെറിയ കുടുംബവും മാറി താമസിക്കേണ്ടി വന്ന ഘട്ടത്തിൽ തിന്നാനുണ്ടായിരുന്നില്ല, കുടിക്കാനുണ്ടായിരുന്നില്ല, ഒരിറക്ക് വെള്ളം പോലും അവർ കൊടുക്കുമായിരുന്നില്ല. അങ്ങനെ ശൈബ് അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ 3 കൊല്ലക്കാലം പട്ടിണി കിടന്ന റസൂൽ നീ ഒരു ദരിദ്രനാണെങ്കിൽ നിനക്ക് മാതൃകയായി വരികയാണ്. നീ ഒരു ചക്രവർത്തിയാണെങ്കിൽ, ഭരണാധികാരിയാണെങ്കിൽ, അറേബ്യയുടെ ഭരണസിരാ കേന്ദ്രത്തിലെ അധിപനായി വാണ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മാതൃകയാവുകയാണ്. നീ ഒരു അടിമയാണെങ്കിൽ 13 കൊല്ലക്കാലം മക്കക്കാരുടെ ആട്ടും തോപ്പും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മാതൃകയാണ്. നീ ഒരു ജേതാവാണെങ്കിൽ ബദറിലെയും ഖന്തക്കിലെയും ജേതാവ് നിനക്ക് മാതൃകയായി വരികയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരാജയം നുകരേണ്ടി വന്നവനാണ് നീയെങ്കിൽ ഉഹദിൽ നിന്ന് പരാജയം നുണഞ്ഞു മടങ്ങി വന്ന റസൂൽ നിനക്ക് മാതൃകയാവുകയാണ്. മാത്രമല്ല, നീ ഒരു അധ്യാപകനാണെങ്കിൽ സഫാക്കും നിന്റെ താഴ്വരയിലേക്ക് ആളുകളെ വിളിച്ചുകൂട്ടി അവർക്ക് കൃത്യമായ ഉപദേശം നൽകിയ പ്രവാചകൻ എന്ന അധ്യാപകൻ നിനക്ക് മാതൃകയാണ്. നീ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ജിബ്രീലിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും ഓരോ ഹർഫുകളും ശ്രദ്ധയോടെ കേട്ട് പഠിച്ച് ലോകത്തിന് ഓതിക്കൊടുത്ത ആ പ്രവാചകൻ നിനക്ക് മാതൃകയാണ്. നീ ഒരു പ്രവാചകനാണെങ്കിൽ മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് ഉന്നതമായ സംസ്കാരം ലോകത്തിന് ഓതിക്കൊടുത്ത ഉന്നതനായ പ്രഭാഷകൻ, ലോകത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഭാഷണമായ ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകൻ അതേ ഹിജറ 10-ാം വർഷത്തിൽ നടത്തിയ അറഫ പ്രഭാഷണം നടത്തിയ മനുഷ്യാവകാശ പ്രസംഗം നടത്തിയ ആ പ്രഭാഷകൻ നിനക്ക് മാതൃകയാണ്. മാത്രമല്ല, സ്വന്തം മർദ്ദകരായ ആളുകളോട് സുവിശേഷം, അതും കാരുണ്യത്തിന്റെ സുവിശേഷം അതേ പ്രഖ്യാപിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് നീയെങ്കിൽ മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകൾ തങ്ങളെ തല്ലാൻ നിൽക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴും അവർക്ക് വിശുദ്ധ ദീനിന്റെ സന്ദേശം ഓതിക്കൊടുത്ത പ്രവാചകൻ നിനക്ക് മാതൃകയാണ്. ശത്രുവിനെ മുട്ടുകുത്തിച്ചവനാണ് നീയെങ്കിൽ അതേ തന്നെ 13 കൊല്ലം പീഡിപ്പിച്ച ജനസമൂഹത്തിലേക്കൊരു ജേതാവായി മക്കം ഫതഹിന്റെ ദിവസം കടന്നു വന്നിട്ട് വിശുദ്ധമായ കഅബാലയത്തിന്റെ ആ താക്കോൽ പോലും കയ്യിലാക്കിയിട്ട് അധികാരത്തിന്റെ ദണ്ഡുമായി മക്കയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് പോകാം, നിങ്ങളോട് പ്രതികാരമില്ല, എന്റെ ശത്രുക്കളായി ഇവിടെ ആരുമില്ല, സ്വന്തം വീട്ടിൽ കയറി വാതിലടച്ചവർ സുരക്ഷിതരാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ കടന്നുപോയവർ സുരക്ഷിതരാണ്. അതുപോലെ തന്നെ ആ രൂപത്തിൽ അവനവന്റെ വീട്ടിലേക്കും
മറ്റുള്ള കേന്ദ്രങ്ങളിലേക്കുമെല്ലാം സുരക്ഷിതത്വത്തിന് വേണ്ടി ഓടിക്കേറിയവർ മുഴുവനും സുരക്ഷിതരാണ് എന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ള നിനക്ക് മാതൃകയാണ്. നീ ഒരു കർഷകനാണ് എങ്കിൽ സ്വന്തം ഭൂസ്വത്തും അതുപോലെ തോട്ടങ്ങളും പരിപാലിക്കപ്പെടേണ്ട ആളാണ് നീ എങ്കിൽ ഫദഖിലെയും ബനൂ നദീറിലെയും അതുപോലെ തന്നെ ഖന്തഖിലെയും ഒക്കെ ആ തോട്ടങ്ങൾ പരിപാലിച്ച കർഷകനായ റസൂലുള്ള നിനക്ക് മാതൃകയാണ്. നീ ഒരു അനാഥനാണെങ്കിൽ ഹലീമയുടെ കരുണാർദ്രതയ്ക്ക് വിട്ടുകൊടുത്ത മുഹമ്മദ് റസൂലുള്ള നിനക്ക് മാതൃകയാണ്. നീ ഒരു യുവാവാണെങ്കിൽ മക്കയുടെ മടിത്തട്ടിൽ ഒരു ഇടയ ബാലനായി കഴിച്ചുകൂട്ടിയ ആ മുഹമ്മദ് റസൂലുള്ള നിനക്ക് മാതൃകയാണ്. നീ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സുകാരനാണെങ്കിൽ ഷാമിലേക്കും ബസ്രയിലേക്കും ഒക്കെ കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ടുപോയ ദേശാന്തര കച്ചവടക്കാരനായ മുഹമ്മദ് റസൂലുള്ള നിനക്ക് മാതൃകയാണ്. നീ ഒരു ജഡ്ജിയാണെങ്കിൽ മധ്യസ്ഥനാണെങ്കിൽ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തേക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ കടന്നു വരികയും അതേ ഹജറുൽ അസ്വദ് ആരെടുത്തു വെക്കും, ഏത് ഗോത്രം എടുത്തു വെക്കുമെന്ന് പറഞ്ഞു പരസ്പരം കലഹിച്ച് കുത്തിക്കീറാൻ നിൽക്കുന്ന ആ ജനതക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവർക്കിടയിൽ മാധ്യസ്ഥം പറഞ്ഞ മുഹമ്മദ് റസൂലുള്ള നിനക്ക് മാതൃകയാണ്. എന്റെ പുന്നാര മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിലും അവരുടെ കൈ ഞാൻ മുറിച്ചു കളയും എന്ന് പ്രഖ്യാപിച്ച ജഡ്ജിയായി മുഹമ്മദ് റസൂലുള്ള നിനക്ക് മാതൃകയാണ്. നീ ഒരു ഭർത്താവാണെങ്കിൽ ഖദീജയുടെ ആയിഷ ബീവിയുടെ ഭർത്താവ് നിനക്ക് മാതൃകയാണ്. നീ ഒരു പിതാവാണെങ്കിൽ അതേ ഫാത്തിമയുടെ പിതാവ് നിനക്ക് മാതൃകയാണ്. നീ ഒരു വല്ലുപ്പയാണെങ്കിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവരുടെ വല്ലുപ്പ നിനക്ക് മാതൃകയാണ്. ചുരുക്കത്തിൽ നീ ആരാണെങ്കിലും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലൂടെ നടന്നു പോകുന്നവനാണെങ്കിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിനക്കുത്തമമായ മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ മുഴുവൻ കാര്യങ്ങളിലും ഏതെങ്കിലും ഒരു കാര്യം നബി വിട്ടുപോയില്ല. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി വ്യക്തമായി കിതാബിലുണ്ട്. അപ്പൊ അതാണല്ലോ വലിയ വിഷയം. എല്ലാം കിതാബിലുണ്ട് കൃത്യമായി. പറയുമ്പോൾ ചിലർക്ക് പ്രയാസമാണ്. അങ്ങനെ ഉണ്ടാവും. ഉണ്ട്, വെറുതെ പറയില്ല, എല്ലാം കൃത്യമായി കിതാബിലുണ്ട്. ആരാ പറഞ്ഞത്? ആരാണിത് ലോകത്തിന് ഓതിക്കൊടുത്തത്? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുത്തറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വായന അറിയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, PhD എടുത്തിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഡോക്ടറേറ്റ് ഇല്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 14 മക്കയുടെ മണ്ണിൽ കടന്നു വന്ന ആ ജാഹിലിയ സമൂഹത്തിനിടയിൽ ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയാണ് ഓതിക്കൊടുത്തത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വഹയിന്റെ ശബ്ദമാണ് ലോകത്തെന്നും കിതാബായി നിലനിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ? ഒരു പോരായ്മയില്ല. എല്ലാം അതിന്റെ ഉന്നതമായ അവസ്ഥയിലാണ് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചത്. ഏത് രംഗമായിരുന്നാലും വലിയ സങ്കീർണമായ വിഷയങ്ങളാണ് ഇന്നും നമുക്കിടയിൽ. നമുക്കെല്ലാവർക്കും അറിയാം അനന്തരാവകാശം, ഫറായിൽ, അതിന്റെ മസല സാധാരണ ഏതെങ്കിലും ഒരു ലോക്കൽ മൗലവിയോട് ചോദിച്ചാൽ പറയൂല. ചിലപ്പോൾ ഹുത്തുബയൊക്കെ പറയുന്ന ആളാവും. പക്ഷേ ഈ ഫറായിലിന്റെ മസല എന്ന് പറയാൻ പറഞ്ഞാൽ മൂപ്പരിങ്ങനെ കറങ്ങും. അത് പറ്റൂല. അതുപോലെ തന്നെ സങ്കീർണമായ സാമ്പത്തിക നിയമങ്ങൾ, ഒരു രാഷ്ട്രത്തിൽ പാലിക്കേണ്ട സാമ്പത്തിക നിയമങ്ങൾ, ഇത് അല്ലാഹുവിന്റെ റസൂൽ വളരെ സുന്ദരമായി കൈകാര്യം ചെയ്തു അല്ലേ? ലോകത്ത് ഇന്നും ഈ ആധുനിക സമൂഹത്തിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സാമ്പത്തിക നിയമം, ഇസ്ലാമിക് ബാങ്കിങ് എന്ന രൂപത്തിൽ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. കാരണം അതിന് തത്തുല്യമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ ലോകത്ത് നിലനിൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ ദിവസം കൊണ്ടാണ് പലിശ നിരോധിച്ചത്. ലോകത്തോട് വെല്ലുവിളിച്ച് ചോദിക്കാൻ പറ്റും, ഇന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മീമാംസകന്, ഏതെങ്കിലും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന് ഇതുപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുമോ? പലിശ നിരോധിച്ചുകൊണ്ട് എൻ്റെ രാജ്യത്തിന് പലിശ പാടില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ? പക്ഷേ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ ദിവസം കൊണ്ടാ പ്രഖ്യാപിച്ചത്, ഞാനിതാ റദ്ദു ചെയ്യുകയാണ്, നിർത്തലാക്കുകയാണ്. എന്തിനാ നിർത്തലാക്കിയത്? റിബൻ, പലിശയെ ഞാൻ നിർത്തലാക്കുകയാണ്. റിബൽ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെതായ പലിശയെ ഞാൻ ഇന്ന് ഇവിടെ ദുർബലപ്പെടുത്തുകയാണ്. ആദ്യമായി ഞാൻ ദുർബലപ്പെടുത്തുന്നത് എൻ്റെ ഇളാപ്പ അബ്ബാസ് എന്നവർക്ക് കിട്ടാനുള്ള പലിശയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മനസ്സിലാക്കണം, ആ പലിശയെ
പൂർണ്ണമായി നിരോധിക്കുമ്പോ നമുക്കറിയാം മക്കയുടെ മടിത്തട്ട് മുതൽ പരിപാലിച്ചു കൊണ്ടുവന്ന സക്കാത്ത് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം, ഒരു സിസ്റ്റം, അത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അത് സക്സസ് ആയി, അത് വിജയിപ്പിക്കുകയാണ് സക്കാത്ത് എന്ന ഒരു സംവിധാനം. മനസ്സിലാക്കുക, ഇന്നും ലോകത്ത് അത്ഭുതമാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. ഞാനിത് സൂചിപ്പിച്ചത് ഇങ്ങനെ സാമ്പത്തിക രംഗമാകട്ടെ, അതുപോലെ തന്നെ പാരന്റിങ് തർബീയത്തിന്റെ രംഗമാകട്ടെ, രാഷ്ട്രീയ വിഷയമാകട്ടെ, സാമൂഹികമായ ഇടപെടലുകളാകട്ടെ, വൈയക്തികമായ കാര്യങ്ങളാകട്ടെ, ഒരു മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടത്, അവന്റെ ആചാരവുമായി ബന്ധപ്പെട്ടത്, അവന്റെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടത്, അവന്റെ കേശാലങ്കാരവുമായി ബന്ധപ്പെട്ടത്, അവന്റെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടത്, അവന്റെ നടത്തവും ഇരുത്തവുമായി ബന്ധപ്പെട്ടത്, അവന്റെ ടേബിൾ മാനേഴ്സുമായി ബന്ധപ്പെട്ടത്, അവന്റെ ടോയ്ലറ്റ് മര്യാദകളുമായി ബന്ധപ്പെട്ടത്, അവന്റെ യാത്രയിലെ ഓരോ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടത്, ഒരു വഴിയുമായി ബന്ധപ്പെട്ടത്, അയൽവാസിയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ മനുഷ്യ സമൂഹം ഇടപെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലേക്ക് മുഴുവൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ മുഴുവനും ഒന്ന് വിടാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കൈമാറിയതിനു ശേഷമാണ് ഹിജ്റ 10-ാം വർഷത്തിൽ അതേ 1,00,000-ഓളം വരുന്ന സഹാബത്ത് അറഫയുടെ മൈതാനത്ത് ഒരുമിച്ച് കൂടിയ വേളയിൽ ഒരു മൗലവിക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്ത ചോദ്യം, ഒരു ഖാദിയാർക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്ത ചോദ്യം, ഒരു മുസ്ലിയാർക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്ത ചോദ്യം റസൂലുള്ളാഹി അങ്ങ് ചോദിച്ചത് എന്താണ്? നബി ചോദിച്ച ചോദ്യമെന്നറിയുമോ? ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് കാര്യം കൃത്യമായി എത്തിച്ചു തന്നില്ലയോ? മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലയോ? ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ സദസ്സൊന്നടങ്കം പ്രതികരിക്കുകയാണ് അതിനോട്. ബലായ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ആവശ്യമായത് മുഴുവനും അങ്ങ് എത്തിച്ചു തന്നു നബിയേ, മുഴുവനും ഞങ്ങൾക്ക് ലഭിച്ചു നബിയേ, എല്ലാം ഞങ്ങൾക്ക് തൃപ്തിയായി കിട്ടി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്തിന്റെ അംഗീകാരം, ആ അംഗീകാരം കിട്ടുമ്പോൾ വാനലോകത്തേക്ക് വിരൽ ചൂണ്ടി അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. 23 കൊല്ലക്കാലം റിസാലത്തിന്റെ ഭാണ്ഡം ചുമന്ന് ഞാൻ ഈ സന്ദേശം മുഴുവനും എത്തിച്ചു കൊടുത്തു എന്നതിന് അല്ലാഹുവേ നീ സാക്ഷിയാണ് അല്ലാ, നീ സാക്ഷിയാണ് അല്ലാ, നീ സാക്ഷിയാണ് അല്ലാ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങ് പറയുമ്പോ ദാ വരുന്നു നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അംഗീകാരത്തിന്റെ സർട്ടിഫിക്കറ്റുമായി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ലോകം ഇതുവരെ കണ്ട വലിയൊരു നിഅമത്താണ് നുബുവത്ത് എന്ന നിഅമത്ത്. ഏതെങ്കിലും ഒരു സമൂഹം ദുഷിച്ചു പോകുമ്പോ ആ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ നബിമാരെ നാം പറഞ്ഞേക്കുമായിരുന്നു. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രവാചകനിലൂടെ ഞാനിതാ അതും ആ നിഅമത്തും പൂർത്തിയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. മനസ്സിലാക്കണം, ഇസ്ലാം പൂർത്തിയാവുകയാണ്, ദീൻ പൂർത്തിയാവുകയാണ്. ആ ആയത്ത് അവതരിച്ചതിനു ശേഷം വീണ്ടും ഖുർആനിൽ ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. ദീൻ പൂർത്തിയായി എന്ന ആയത്ത് അവതരിച്ചതിനു ശേഷവും വേറെയും ആയത്തുകൾ ഖുർആനിൽ അവതരിച്ചിട്ടുണ്ട് എന്ന് പ്രബലമായ പണ്ഡിതപക്ഷം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ആയത്ത് അവതരിച്ചതിനു ശേഷം ഒരു വിധിയും പിന്നെ അല്ലാഹ് അവതരിപ്പിച്ചിട്ടില്ല. ഒരു ഹലാല് ഒരു ഹറാം വിധികൾ പിന്നെ അവതരിപ്പിച്ചിട്ടില്ല. അതോടുകൂടി സർവ്വ വിധികളും ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ഇത് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി പറയുകയല്ല, നേരെ മറിച്ച് മാ തറക്തു ശൈഅൻ യുഖർരിബുകും ഇലല്ലാഹി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി, നിങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏതേതു കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും ഞാൻ ഒന്ന് വിടാതെ വിട്ടുകളയാതെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും തന്നെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല കേട്ടോ. വമാ തറക്തു ശൈഅൻ യുബഇദുകും അനില്ലാഹി ഇല്ലാ ഖദ് നഹൈതുകും അൻ, അല്ലാഹുവിനെ തൊട്ട് നിങ്ങളെ അകറ്റിക്കളയുന്ന ഏതെല്ലാം സംഗതികളുണ്ടോ
അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന ഏതെല്ലാം സംഗതികളുണ്ടോ, ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, ആ കാര്യത്തെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും ഞാൻ പൂർത്തിയാക്കി തന്നു, എല്ലാ നന്മകളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, എല്ലാ പുണ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു എന്ന് ലോകത്ത് കളവ് പറയാത്ത പ്രവാചകൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ആ നിലക്ക് ദീൻ പൂർത്തിയാക്കിയ പ്രവാചകൻ യാത്ര പറഞ്ഞത്. ഇനി ഒരാൾ വന്നിട്ട് ഒരു പുതിയ ഒരു കാര്യം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അത് കൊള്ളാം, ഇത് നല്ലത്, ഇത് കൊള്ളാം, അത് ദീനാക്കാം, അത് നല്ലത് എന്ന് പറഞ്ഞാൽ മഹാനായ മാലിക് റഹിമഹുല്ല പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഒരാൾ ഇസ്ലാമിലേക്ക് ഒരു പുതിയ കാര്യം ഉണ്ടാക്കി കൊണ്ടുവരുന്നു, മതത്തിലേക്ക് ഒരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവരുന്നു, എന്നിട്ട് യറാഹാ ഹസന, അവൻ പുതുതായി ഉണ്ടാക്കി കൊണ്ടുവന്ന സംഗതിയെ നോക്കിയിട്ട് ഇത് നല്ലതല്ലേ എന്നവൻ ചോദിക്കുന്നു. നബി പറഞ്ഞു ഇല്ല, സ്വഹാബികൾ പറഞ്ഞു ഇല്ല, താബികൾ പറഞ്ഞു ഇല്ല, തബഉ താബികൾ പറഞ്ഞു ഇല്ല. പിന്നെയോ ഇയാൾ ചോദിക്കുകയാണെന്ത്, ഇത് നല്ലതല്ലേ, അത് നല്ലതല്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. ഒരു നല്ല കാര്യമുണ്ടായിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാതെ പോയി എന്നാണ് അവൻ വാദിക്കുന്നത്. ഒരു നല്ല കാര്യം നബി പഠിപ്പിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വാദിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിന്തിക്കണം, ഇത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. കാരണം ഈ റബീഉൽ അവ്വലിൽ പോലും പല ബിദ്അത്തുകളും ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ട് വന്നതിനു ശേഷം പിന്നെ പറയുന്നത് എന്താ, പറയാനുള്ള ന്യായം എന്താ, അത് നല്ലതാണ്, നല്ല ബിദ്അത്താണ്. അല്ലാഹുവിന്റെ റസൂല് ചെയ്യണമെന്നില്ല, സഹാബികൾ ചെയ്യണമെന്നില്ല. മാത്രമല്ല ഈ അടുത്ത സമയത്ത് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ നബിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നബി പഠിപ്പിക്കാതെ പോയത്. നബിദിനം എന്താ നബി നടത്താത്തത് ചോദിച്ചപ്പോൾ വേറെ ആരും ഇല്ല സദസ്സില്ല, സദസ്സിലുള്ളത് മൂല്യന്മാർ മാത്രമേ ഉള്ളൂ. അല്ലെ മൂല്യന്മാർക്ക് എങ്ങനെയാണ് വാദ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സദസ്സാണ്. നമുക്കത് കിട്ടിയിട്ടുണ്ട്, അത് നമ്മളതോട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ മുസ്ലിയാക്കന്മാർക്ക് മാത്രം ക്ലാസ് എടുക്കുന്ന ആ സദസ്സിൽ ഒരു ഉസ്താദ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നബി ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതൊരു കുറവ് തന്നെയല്ലേ? ഒരു നല്ല കാര്യം ഉണ്ടായിട്ട് നബി ചെയ്തില്ല. അപ്പോൾ മൂപ്പര് പറയാം നബിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിന് മൂപ്പർക്ക് സമയം കിട്ടിയില്ല, ഉമറുൽ ഫാറൂഖിന് മൂപ്പർക്കും കിട്ടിയില്ല, ഇവർക്ക് ആർക്കും സമയം കിട്ടില്ല. പിന്നെ സമയം കിട്ടിയത് 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരാൾക്കാണ്. ഈ 6-ാം നൂറ്റാണ്ട് വരെ മുസ്ലിം ഉമ്മത്തിന് ഭയങ്കര ബിസിയായിരുന്നു, സമയമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നബിദിനത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടമ്പോണാരാ? അബൂലഹബ്. ലോകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും അബൂലഹബിനെ തെളിവാക്കിയത് കണ്ടിട്ടുണ്ടോ? മഅദല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഒരാൾ അബൂലഹബിനെ തെളിവാക്കൂ? ഇല്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഖുർആൻ പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇങ്ങനെ ഖുർആൻ പറഞ്ഞ് ചെറിയ 2-ാം ക്ലാസ്സിലെ മക്കളോട് ചോദിച്ചാൽ പറഞ്ഞൊരു അബൂലഹബ് ആരാണ്? ഖുർആന്റെ വല്ലാത്തൊരു ഇഅ്ജാസാണത്. കാരണം ഈ ആയത്ത് ഇറങ്ങണത് അബൂലഹബ് ചത്തിട്ടല്ല, നേരെ മറിച്ച് അബൂലഹബും കെട്ടിയോളും ഒക്കെ ജീവനോടെ വെള്ളപ്പെടാ ഈ ആയത്ത് ഇറങ്ങുന്നത്. തമാശക്കെങ്കിലും അബൂലഹബ് ഒന്ന് തീരുമാനിച്ചാൽ മതി. എന്ത് വെറുതെ പോയിട്ട് മുഹമ്മദിന്റെ അടുക്ക് പോയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു പണി കൊടുക്കുക എന്ന് തീരുമാനിച്ചാൽ തന്നെ ഇതങ്ങോട്ട് പൊളിയും അല്ലേ? പക്ഷേ മരിക്കുന്നത് വരെ അബൂലഹബ് അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പറഞ്ഞതുപോലെ ചത്ത് മലച്ചുപോയ ആ അബൂലഹബിനെ തെളിവാക്കിയിട്ട് പറയാണ്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസുറൂരി അഹ്മദ فما الظن بالعبد الذي كان عمره بأحمد مسرورا ومات موحدا. ഇവരങ്ങോട്ട് ഉറപ്പിച്ചു കൊടുത്തു. എന്ത്? അബൂലഹബിന് വരെ കൂലി കിട്ടുമെങ്കിൽ നമുക്ക് കൂലി കിട്ടാതിരിക്കോ? ഇവർ ഉറപ്പിച്ചങ്ങോട്ട് കൊടുക്കണം. അബൂലഹബിന് കൂലി ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഒരു ഗതികേട് മുസ്ലിം ഉമ്മത്തിനില്ല കേട്ടോ. ഇസ്ലാമിലുള്ള ഒരു കാര്യമാണെങ്കിൽ അബൂലഹബിന്റെ കാലിൽ പിടിക്കേണ്ട ഗതികേട് മുസ്ലിം ഉമ്മത്തിനില്ല. നേരെ മറിച്ച് കൃത്യമായി അത് അള്ളാഹ് പറയും, അള്ളാഹിന്റെ റസൂല് പറയും. പക്ഷേ ലോകത്തിന്റെ മുന്നിൽ കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അത് പറഞ്ഞില്ല, അത് ചെയ്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂലിനെ പ്രത്യേകമാക്കി അള്ളാഹ് മാറ്റിവെച്ചതാണ്. റബീഉൽ അവ്വൽ എന്താ തിരഞ്ഞെടുത്തെന്ന് പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനിക്കുന്നുണ്ട്. കാര്യം നബി ജനിച്ചത് എന്താ റബീഉൽ അവ്വലിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധപ്പെട്ട് പല സംഗതികളുണ്ട്, അത് പ്രത്യേകമാണ്. എന്തുകൊണ്ടാണ് റബീഉൽ അവ്വൽ റമദാനിലായില്ല എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റമദാനിലാണോ അതോ റബീഉൽ അവ്വലിലാണോ എന്ന് വലിയ ചർച്ച നടക്കുന്നുണ്ട് പണ്ഡിതന്മാര്. അപ്പോൾ പണ്ഡിതരിൽ പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞു റബീഉൽ അവ്വലിൽ തന്നെയാണ്, റമദാനിൽ സാധ്യതയില്ല. അതിന് പല കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണമുണ്ട്. മാത്രമല്ല, അതിന് പുറമെ ഒരു വാദം കൂടി പണ്ഡിതന്മാർ വെച്ചെന്താന്ന് ചോദിച്ചാൽ, റമദാൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേകതയുള്ള മാസമാണ്. ആ മാസത്തിന് നബി ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് നബിക്ക് പ്രത്യേകതയുണ്ടായതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ടല്ലോ, ഞാൻ റമദാൻ 27 രാവിലെ ജനിച്ചതാണ് എന്നൊരാൾ പറയുമ്പോൾ എന്തോ അതുകൊണ്ടൊരു പ്രത്യേകത ഇയാൾക്കുണ്ട് എന്നൊരു ധാരണ വരുമല്ലോ. ഈ രൂപത്തിൽ ആ ധാരണ ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രത്യേകത, ഇപ്പൊ റജബ്, അവര് ജാഹിലിയത്തിൽ ആദരിക്കുന്ന മാസം റജബ്. ആ റജബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയാണെങ്കിൽ റജബ് കൊണ്ട് നബി അങ്ങനെ ആയതാണ്, മഹത്വം കിട്ടിയതാണെന്ന് ആളുകൾ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നുമില്ല റബീഉൽ അവ്വലിൽ, ഒരു പ്രത്യേകതയില്ലേ. ആ പ്രത്യേകതയില്ലാത്ത റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തന്നെ ആ മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് നബിക്കെന്തോ ഉണ്ടായി എന്ന് ആളുകൾ പറയാതിരിക്കാനാണ് എന്ന് വരെ വ്യാഖ്യാനിച്ച ഉലമാ ഉണ്ട്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് അതെപ്പോഴാ? റബീഉൽ അവ്വലിലാണ്, 12-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതും റബീഉൽ അവ്വലിലാണ്. മൂന്നാമതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതും റബീഉൽ അവ്വലിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറഞ്ഞതും റബീഉൽ അവ്വലിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ റബീഉൽ അവ്വലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മാസമാണെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഒരു വൈരുദ്ധ്യം ഉടലെടുക്കുകയാണ്. എന്താണ് ആ വൈരുദ്ധ്യമെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, എങ്ങനെയാണ് ജന്മദിനത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ആ മാസം സന്തോഷിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചത് ഒരിക്കലും മുജാഹിദുകളല്ല, നേരെ മറിച്ച് ഇത് വളരെ മുമ്പ് തന്നെ 6-ാം നൂറ്റാണ്ടിൽ മുളഫർ എന്ന് പറയുന്ന രാജാവ് ഈ സമ്പ്രദായം ഉണ്ടാക്കി കൊണ്ടുവന്ന കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ ഉലമാക്കൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ആഘോഷം റബീഉൽ അവ്വലിലേക്ക് കൊണ്ടുവരുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയപ്പെടുന്ന മാസമാണ്, പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ള മാസമാണ്, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വലിലാണ് വഫാത്തായത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനും അവകാശമില്ലല്ലോ, ഒരു സംശയവുമില്ലല്ലോ. എങ്ങനെ നിങ്ങൾ ആഘോഷിക്കുമെന്ന് ചോദിച്ചു മുൻഗാമികളായ പണ്ഡിതന്മാർ തന്നെ. അതിന് മറുപടി പറയാൻ ചില ആളുകൾ രംഗത്ത് വന്നു. ആ മറുപടികളാണ് ഇപ്പോഴും ചില ഉസ്താദുമാർ എടുത്തുകൊണ്ട് നടക്കുന്നത്. എന്താണ്? ഹർഫം ബി ഹർഫ് ഞങ്ങൾ അതിന് മറുപടി പറയും എന്ന് വാദിച്ചുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ, അഥവാ ഏതാണ്ട് ഒരു 10-ാം നൂറ്റാണ്ടായപ്പോൾ ചില ആളുകൾ രംഗത്ത് വന്നു. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിൽ ദുഃഖം വേണ്ടതില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ആ ഒരു വാദം വാദിച്ചത് മീലാദ് വാദികൾ മാത്രമാണ്. അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഹബീബിനോട് ഹുബ്ബുണ്ടെന്ന് വാദിക്കുന്നവർ, പ്രവാചക സ്നേഹമാണെന്ന് വാദിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നവർ, ആ തെരുവിലിറങ്ങുന്നവർ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 6-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി മുളഫർ എന്ന രാജാവ് റബീഉൽ അവ്വലിനെ ആഘോഷമാക്കുന്നത്. അതിനു മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ ഫാത്തിമിയ ശിയാക്കൾ മൗലിദ് എന്ന സമ്പ്രദായം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്തിൽ. പക്ഷേ ഫാത്തിമിയ ശിയാക്കളായതുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം ഫാത്തിമിയ ശിയാക്കളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലെ ഉലമാ തന്നെ രേഖപ്പെടുത്തി വെച്ചത് എന്താണ് എന്ന് ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ അൽ ബിദായയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഫാത്തിമിയ ശിയാക്കൾ രംഗപ്രവേശം ചെയ്ത, അവർ മിസ്ർ പിടിച്ചടക്കിയ ആ കാലഘട്ടത്തിൽ ലോകത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ച അഹ്ലുൽ ബൈത്ത് അടങ്ങുന്ന ഉലമാക്കൾ കൂടിയിരിക്കുകയും ഫാത്തിമിയ ശിയാക്കളെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കുകയും ചെയ്തതിൽ ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചത് ഫുസ്സാഖുൻ
കുഫാറുകളായ ഫുസാഖുകളായ ആളുകളാണ് അവരെന്നാണ്. മാത്രമല്ല അബാഹുൽ ഫുറൂദ്, വ്യഭിചാരം പോലും അനുവദിച്ച ആളുകളാണ് അവരെന്നാണ്. മാത്രമല്ല അവർ മദ്യം അനുവദിച്ചു കൊടുത്ത ആളുകളാണ് എന്നാണ്. അള്ളാഹുവിന്റെ ദീനെ അങ്ങേറ്റം അതിന്റെ അലകും പിടിയും ഇളക്കി മാറ്റിയവരെന്നാണ്. ആ രൂപത്തിൽ അക്കാലഘട്ടത്തിലെ ഉലമാക്കൾ അഭിപ്രായം പറഞ്ഞ ഫാത്തിമിയ ശിയാക്കൾ ഏതാണ്ട് ഹിജറ 3 നൂറ്റാണ്ടിനു ശേഷം ഉണ്ടാക്കി കൊണ്ടുവന്ന ആചാരത്തെ വീണ്ടും 3 നൂറ്റാണ്ടിനു ശേഷം അത് ഏറ്റെടുക്കുന്നത് മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് വൻധർമ്മിഷ്ഠന. ഇർബൽ എന്ന നാട് ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനായി അറിയപ്പെട്ടിരുന്ന മുദഫർ എന്ന രാജാവാണ് ഹിജറ 600-ന്റെ ഒടുക്കത്തിൽ 700-ന്റെ തുടക്കത്തിൽ ഈ സമ്പ്രദായം കൊണ്ടുവന്നത്, റബിയുൽ അവ്വലിലേക്ക് കൊണ്ടുവന്നത്. ആ സന്ദർഭത്തിലാണ് മുൻഗാമികളായ പൂർവ്വസൂരികളായ കാലഘട്ടത്തിലെ ഉലമാക്കൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്, ഒരസ്ലും അള്ളാഹുവിന്റെ കിതാബിലോ അള്ളാഹുവിൻ റസൂലിന്റെ ശരീഅയിലോ കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ 3 തലമുറകളുടെ ജീവിതത്തിലോ ഇല്ലാത്തത് പുതുതായി നടപ്പാക്കി കൊണ്ടുവന്നൊരു സമ്പ്രദായം എന്ന നിലക്ക് ഒന്നുകിൽ ഇതിന് വിധി പറയേണ്ടത് കറാഹത്തെന്നാണ്, അല്ലെങ്കിൽ ഹറാമെന്നാണ്. രണ്ടാലൊരു വിധിയല്ലാതെ മൂന്നാമതൊരു വിധി പറയാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതിനു ശേഷം അവർ ലോകത്തോട് ചോദിച്ച ചോദ്യമാണ്. അല്ല, ഈ നിലക്ക് ഒരു തെളിവുമില്ലാത്തൊരു കാര്യം ഹുക്കുമിയായി നോക്കിയാൽ അഹ്കാം കൊണ്ട് വിധികൾ കൊണ്ട് വിധി പറഞ്ഞാൽ ഒന്നുകിൽ കറാഹത്തെന്നോ ഹറാമെന്നോ മാത്രം പറയാൻ കഴിയുന്ന ഈ സമ്പ്രദായം, ആ സമ്പ്രദായം അള്ളാഹുവിന്റെ ദീനിലേക്ക് കടത്തിക്കൊണ്ട് വരുമ്പോ അത് ആഘോഷിക്കുവാൻ റബീഉൽ അവ്വൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹിജ്റ 11, ആ 11-ന്റെ റബീഉൽ അവ്വലിൽ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ആഘോഷിക്കാൻ കഴിയുക? നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുക? അവിടെ നിങ്ങോട്ടുള്ള റബീഉൽ അവ്വലിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക എന്ന് മുൻഗാമികൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ഇറങ്ങിയ ആളുകൾക്ക് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. കൃത്യമായ ഒരു മറുപടി നാളിതുവരെ പറയാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല. ചില ആളുകൾ പറഞ്ഞു നോക്കി മറുപടി. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി മരിച്ചാൽ 3 ദിവസം മാത്രമേ ഇസ്ലാമിൽ ദുഃഖാചരണം പാടുള്ളൂ. 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പാടില്ല. ഇന്ന് മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു മരിച്ചതിന്റെ പേരിൽ എല്ലാ കൊല്ലവും ദുഃഖം ആചരിച്ചു വരുന്ന ശിയാക്കളെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല, അതിനു പുറമെ ഇതാ 3 ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖം ആചരിക്കണമെങ്കിൽ അതേ മരിച്ച ആളിന് ഒരു ഭാര്യ ഉണ്ടാകണം. ആ ഭാര്യക്ക് മാത്രമേ 4 മാസവും 10 ദിവസവും ദുഃഖം ആചരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ദുഃഖാചരണം എന്നുള്ളത് ഇനിയുള്ള റബീഉൽ അവ്വലിൽ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മീലാദ് ആഘോഷിക്കുന്നത്. എന്ത് വൈരുദ്ധ്യമാണ്! മറുപടി നോക്കുക, എന്ത് വൈരുദ്ധ്യമാണ്! എങ്കിൽ സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ റബീഉൽ ആഖിറായാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ആഘോഷം നടക്കും. അവിടെ എന്താ ആഘോഷിക്കുന്നത്? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് വഫാത്തായത് നോക്കി, ആ തീയതി നോക്കി നടത്തുന്ന ആചാരം. അത് നടത്താൻ പറ്റുമോ? അത് നടത്താൻ പറ്റുമോ? മാത്രമല്ല, ദുഃഖാചരണം നടത്തണമെന്ന് ആരെവിടെ വാദിച്ചത്? ദുഃഖാചരണം നടത്തണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ആർക്കും വാദമില്ല. റബീഉൽ അവ്വൽ ആകുമ്പോ ഈ നബിദിനം മാറ്റി അല്ലെങ്കിൽ ജന്മദിനം മാറ്റിയിട്ട് ഒരു ആണ്ട് നടത്തുന്നല്ല പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു മാസമുണ്ടെങ്കിൽ അത് റബീഉൽ അവ്വലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അന്ന് മദീനയിലേക്ക് കടന്നു വന്ന അബൂ ദുഐബ് അൽ ഹുദലി അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം, അദ്ദേഹം പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഞാൻ മദീനയിലേക്ക് ഓടി വരുമ്പോൾ എനിക്കന്ന് അവിടെ കാണാൻ കഴിഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ വിലാപം മാത്രമായിരുന്നു, കരച്ചിൽ മാത്രമായിരുന്നു. വഖദിംതുൽ മദീനത വലഹാ ലജീജും ബിൽ ബുകാഇ ഖലജീജിൽ ഹജീജി ഇദാ അഹല്ലു ബിൽ ഇഹ്റാം. സാഹിത്യകാരനായിരുന്ന കവിയായിരുന്ന അതേ അബൂ ദുഐബ് അൽ ഹുദലി അദ്ദേഹം പറയാണ്, ഞാൻ അന്ന് മദീനയിലേക്ക് കടന്നപ്പോ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് വലഹാ ലജീജും ബിൽ ബുകാ, അതേ കരച്ചിൽ, ഏങ്ങലടിച്ചുകൊണ്ടുള്ള കരച്ചിൽ. ആ കരച്ചിലിന്റെ ആ തിരയടി ശബ്ദം മാത്രമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഏതുപോലെ ഖലജീജിൽ ഹജീജ്,
ഹാജിമാരുടെ തൊള്ളയിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം വരുന്നത് പോലെ ഇദാ അഹല്ലൂ ബിൽ ഇഹ്റാം, ഹാജിമാര് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുന്ന വേളയിൽ അവർ ആ തൽബിയത്തിന്റെ ശബ്ദം ഇങ്ങനെ വായിലൂടെ ഇങ്ങനെ വരാറുള്ളത് പോലെ മദീനയിലെ ആളുകൾ മുഴുവനും ഇതാ കരയുന്നത് കണ്ടപ്പോ ഇതാ ചോദിച്ചു, എന്തേ ഫഖുൽതു, ഞാൻ അവരോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു, എന്തേ നിങ്ങൾ എങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഫഖാലൂ, മദീനയിലെ ആളുകളെന്ന് പറയുകയാണ്, ഖുബിദ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂൽ വഫാത്തായി പോയി. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമായിരുന്നു. അന്ന് മദീന അഖബഹായി പോയി, അദ്ലമായി പോയി എന്നാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. അൻസാരിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന പ്രഗൽഭമായ അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, മദീന ഏറ്റവും അധികം അഭിഷറായ, സന്തോഷിച്ച, ഏറ്റവും അധികം സുന്ദരമായി മദീന നിലകൊണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ദിവസമാണ്. ആ നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ മദീന ഒന്നടങ്കം ഇതാ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് മർഹബ പറഞ്ഞു സ്വീകരിക്കുകയായിരുന്നു. അന്ന് മദീന അബ്ശറായതുപോലെ, മദീന സന്തോഷിച്ചതുപോലെ വേറൊരിക്കലും മദീന സന്തോഷിച്ചിട്ടില്ല. ആ മദീന പിന്നെ വിരണ്ടുപോയ ഒരു ദിനമുണ്ട്, മദീന വിളറിപ്പോയ ഒരു ദിനമുണ്ട്, മദീന ആകെ അതേ കറുത്തുപോയ ഒരു ദിനമുണ്ട്. അഖ്ബഹ വ അദ്ലമ, അങ്ങേയറ്റം ദുഃഖത്തിൽ അണ്ടുപോയ, തലതാഴ്ത്തിപ്പോയ, അതുപോലെ തന്നെ അങ്ങേയറ്റം ഇരുണ്ടുപോയ ദിവസം ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസമാണ്. അത് റബീഉൽ അവ്വലിലല്ലേ സുഹൃത്തുക്കളെ, അത് റബീഉൽ അവ്വലിലല്ലേ സഹോദരങ്ങളെ. മാത്രമല്ല ആ കാലഘട്ടം, ആ റസൂൽ വഫാത്തായ ദിനങ്ങൾക്ക് ശേഷം പിന്നെ മദീനയുടെ ചരിത്രം, ആ ചരിത്രത്തിന്റെ 1-ാം ദിവസം എടുത്തോളൂ, 2-ാം ദിവസം എടുത്തോളൂ, 3-ാം ദിവസം എടുത്തോളൂ, ആഴ്ചകൾ പിന്നെ എടുത്തോളൂ, വർഷങ്ങൾ പിന്നെ എടുത്തോളൂ, ഏത് ദിനമെടുത്താലും മദീന പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്ന് കൃത്യമായി ഇസ്ലാമിക ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായി ഇസ്ലാമിക ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ആ ദിനങ്ങളിൽ സ്വഹാബത്തിന്റെ പ്രതികരണം കൃത്യമായി ഇസ്ലാമിക ലോകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്രത്തോളം അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ആ വ്യക്തിത്വമടക്കം കരയുകയാണ്, വിഷമിക്കുകയാണ്. യബ്കി റസൂലല്ലാഹ് അരിഖ്തു ഫബഅത ലൈലി ലാ യസൂലു ദലീലു അഖിൽ മുസീബത്തി ഫീഹി തൂലു وأسعدني البكاء وذاك فيما أصيب المسلمون به قليل لقد عظمت مصيبتنا وجلت عشية قيل قد قبل الرسول. എന്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ. അരിഖ്തു ഫബഅത ലൈലി ലാ യസൂലു ദലീലു അഖിൽ മുസീബത്തി ഫീഹി തുലൂ. എന്റെ ഉറക്കത്തെ പോലും വിലങ്ങ് വെച്ചുകൊണ്ട് ഈ രാത്രി എന്നിൽ കുടികൊള്ളുകയാണല്ലോ, കരച്ചിൽ എന്നെ കീഴടക്കുകയാണല്ലോ. ഇതിലും വലിയ മുസീബത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ലഖദ് അളുമത് മുസീബതുനാ വജല്ലത് അശിയത ഫീ ഖീല ഖദ് ഖുബില റസൂലു. ഞങ്ങളുടെ ആയുസ്സിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ഏറ്റവും വലുതായി ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദുരന്തം ഞങ്ങൾക്ക് സമ്മാനിച്ച ദിവസമാണല്ലോ എന്ന് സ്വഹാബത്ത് ഒന്നടങ്കം കരഞ്ഞത്, വിഷമിച്ചത്, ഓരോരുത്തർ വേറെ വേറെയായി ചരിത്രം രേഖപ്പെടുത്തി വെച്ചത് കാണാതെ കണ്ണടച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഈ മാസത്തെ ആഘോഷിക്കുന്ന ആളുകൾ എന്ത് മാനദണ്ഡത്തിലാണ്, എന്ത് ഹുബ്ബിന്റെ പേരിലാണ് അവർ നടത്തുന്നത് എന്നുള്ളത് ഒരു ബുദ്ധിക്കും മനസ്സിലാകുന്നതല്ല. നേരെ മറിച്ച്
കേവലം വാശി, അതല്ലെങ്കിൽ ഈ ദുരാചാരങ്ങൾക്ക് പിന്നാലെ പോകാൻ പൗരോഹിത്യം നിർബന്ധിച്ചപ്പോൾ അതിനടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ആളുകൾ, അത്തരം ആ ശഹവത്തു നഫ്സിന്റെ ആളുകളല്ലാതെ, തടീച്ചയുടെ ആളുകളല്ലാതെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, റസൂലുള്ളയോട് മഹബ്ബത്തുള്ള ഒരു മനുഷ്യൻ പോലും ഈ രൂപത്തിൽ ഒരു ആചാരം കൊണ്ട് നടക്കാനോ ഈ റബീഉൽ അവ്വലിനെ ആഘോഷിക്കുവാനോ സാധിക്കില്ല എന്നുള്ളത് സ്വഹാബത്തിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഓരോ സ്വഹാബത്തും അവര് 3 ദിവസമല്ല, 4 ദിവസമല്ല, 5 ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, എത്രയോ ദിനരാത്രങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ, ആ മകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ദിനം ഫാത്തിമ റളിയല്ലാഹു അൻഹാ വിഷമിക്കുകയാണ്. 2-ാം ദിവസത്തിലും കരയുകയാണ്, 3-ാം ദിവസത്തിലും കരയുകയാണ്. മഹദി അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, യാ അബതാ അജാബ റബ്ബൻ ദാ, യാ അബതാ ഇല മൻ ജന്നത്തുൽ ഫിർദൗസി മഅവാ, യാ അബതാ ഇലാ ജിബ്രീല നൻആ. അല്ലാഹുവിന്റെ റസൂൽ കരളിന്റെ കട്ടമെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹാ റബീഉൽ അവ്വലിൽ ഓതിയ മൗലിദല്ല ഇത്. മൗലിദിൽ ആ റബീഉൽ അവ്വലിൽ നടത്തിയ ഘോഷയാത്രയിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമല്ല ഇത്. നേരെ മറിച്ച് റബീഉൽ അവ്വലിൽ, ഹിജറ 11 റബീഉൽ അവ്വലിൽ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഇതാ തകർന്നിരുന്നു കൊണ്ട് പറയുന്നത്, യാ അബതാ, എന്റെ ഉപ്പ, അജാബ റബ്ബൻ ദാ, അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിപ്പോയ എന്റെ ഉപ്പ. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലും തമ്മിലുള്ള ബന്ധം അത് മറ്റുള്ളവർ തമ്മിലുള്ള ബന്ധം പോലെയല്ലല്ലോ. മഹാനായ അബൂ നഈം അദ്ദേഹത്തിന്റെ മഅരിഫത്തു സ്വഹാബയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത്, യതഅല്ലമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅലമിഹാ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമക്ക് വേദനിച്ചാൽ പ്രവാചകന് വേദനിക്കുമായിരുന്നു, ഫാത്തിമ വിഷമിച്ചാൽ റസൂല് വിഷമിക്കുമായിരുന്നു, ഫാത്തിമ കരഞ്ഞാൽ റസൂല് കരയുമായിരുന്നു. യതഅല്ലമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅലമിഹാ. അത്രമാത്രം ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി മാനസിക ബന്ധമുള്ള പ്രവാചകൻ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ നടക്കുന്നത് പോലെ നടക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ തലേ ദിവസം കണ്ടതാണ്, പ്രവാചകനെ കണ്ടതാണ്, ഉപ്പയെ കണ്ടതാണ്. കാരണം ആ റബീഉൽ അവ്വൽ 11, ആ റബീഉൽ അവ്വൽ 11 ദിവസം, ഹിജറ 11 റബീഉൽ അവ്വൽ 11 അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദന, റബീഉൽ അവ്വൽ 12 അന്ന് രാവിലെ അനുഭവിച്ച വേദന. യാ ആയിഷ അജിദു അലമത്ത ആമില്ലദി അകൽതു ബി ഖൈബറ ഹാദാ വജത്തു ഗിതാ അബ്ഹരി മിൻ ദാലികസും. അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് തന്റെ വേദന എന്താണെന്ന് വിളിച്ചു പറഞ്ഞ രംഗം ഫാത്തിമ റളിയല്ലാഹു അൻഹ കേട്ടതാണ്. എന്തേ നബി പറഞ്ഞത്? ആയിഷ, നിനക്കറിയുമോ, അജിദു അലമത്ത ആമില്ലദി അകൽതു ബി ഖൈബറ, ഖൈബറിൽ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോൾ അന്ന് ആ ജൂതപ്പെണ്ണ് എന്നെ ഊട്ടിയ വിഷം അതെന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതെന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാതെ അനങ്ങാതെ കിടന്നത് ഞാൻ വഫാത്താകുന്ന നേരത്ത് അത് മെല്ലെ മെല്ലെ അനങ്ങി എന്റെ സിരകളിലൂടെ അത് വ്യാപിച്ച് എന്റെ നാഡികളും നരമ്പുകളും ഘട്ടം ഘട്ടമായി പൊട്ടിപ്പൊട്ടിപ്പോകുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ വിളിച്ചു പറയുന്നത് കേട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞത് വാ കർബ അബാ, ഉപ്പാ അങ്ങയുടെ വേദന താങ്ങാൻ കഴിയുന്നില്ല ഉപ്പാ എന്നാ മകൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 വിളിച്ചു പറയുകയാണ്, മോളെ ലാ കർബ അലാ അബീകി ബഅദൽ യൗം, ലാ കർബ അലാ അബീകി ബഅദൽ യൗം.
ഈ ദിവസം കഴിഞ്ഞാൽ ഉപ്പക്ക് വേദനയില്ല മോളെ, ഉപ്പയുടെ അവസാന വേദനയാണ് മോളെ എന്ന് റസൂലുള്ള വിളിച്ചു പറഞ്ഞ ആ ദിവസം കണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു റഫീഖുൽ അലയിലേക്ക് ഹബീബിന്റെ റൂഹ് ഇതാ ഉയർന്നു കഴിഞ്ഞപ്പോ ചലനമില്ലാതെ കിടക്കുന്ന നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ സ്വഹാബത്ത് നിസ്കരിച്ച് ആയിഷ ഉമ്മാന്റെ വീട്ടിൽ കൊണ്ടുപോയി ഖബറടക്കിയും ആ ഖബറടക്കി ആളുകൾ തിരിച്ചു പോരുമ്പോഴും ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്, യാ അബതാ അജാബ റബ്ബൻ ദആ. ഈ പരിശുദ്ധമായ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങളിൽ പോലും തെരുവിലാടിയ മുസ്ലിമേ, ഈ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് കേക്ക് മുറിച്ച മുസ്ലിമേ, ഈ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് തോരണങ്ങൾ വലിച്ചു കെട്ടിയ മുസ്ലിമേ, നിനക്കറിയുമോ അതെ ഇതുപോലെ റബീഉൽ അവ്വലിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവര് പറയാണ്, എന്റെ ഉപ്പ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിപ്പോയ എന്റെ ഉപ്പ അതേ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ജന്നത്തുൽ മഅവയിലേക്ക് പോയവരായ എന്റെ ഉപ്പ എന്നിങ്ങനെ പറഞ്ഞു കരയുന്നതിനിടയിലാണ് അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം 10 കൊല്ലം വൃത്യനായി കഴിച്ചുകൂട്ടിയ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ നടന്നു പോവുകയാണ്. റസൂലുള്ളാഹിന്റെ ജനാസ മറമാടിയതിനു ശേഷം മടങ്ങി പോവുകയാണ്. അനസ് ബിൻ മാലിക് ആ വഴിക്ക് പോകുന്നത് കാണുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ചു ചോദിക്കുകയാണ്, യാ അനസ് അതാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറാബ്. നിനക്കെങ്ങനെ കഴിഞ്ഞടാ അനസേ റസൂലുള്ളാഹിയുടെ നേരെ പിടിമണ്ണ് വാരി എറിഞ്ഞ് മടങ്ങി വരാൻ? നിനക്കെങ്ങനെ കഴിഞ്ഞടാ അനസേ? അതാബത് അൻഫുസുകും അലാ അൻ തഹ്സു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറാബ്. ചിലപ്പോ പറയും അത് മകളല്ലേ, സ്വാഭാവികമല്ലേ, വാപ്പ മരിച്ചാൽ 1, 2, 3 ദിവസം കരയൂല്ലേ, അത് എടുത്തു പറയാനുണ്ടോ മൗലവി എന്നാണ് ചോദ്യമെങ്കിൽ ചരിത്രം ഇങ്ങ് വായിച്ചോ. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം ആദ്യമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അത് റസൂലുള്ളാഹിന്റെ പ്രവചനവുമാണ്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആശത് ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 അശ്ഹുരിൻ 6 മാസക്കാലം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് മഅരിഫത്തു സ്വഹാബയിലും ഉസ്തുല്ലാബയിലും എല്ലാം രേഖപ്പെടുത്തിയത് കാണാം. 6 മാസം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയുടെ കാലശേഷം ഇവിടെ ജീവിച്ചു. പക്ഷേ ഫമാ റുഇയത്ത് ളാഹികതൻ ബഅദ വഫാത്തി അബീഹാ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി 6 മാസം ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് 6 മാസത്തിൽ ഒരിക്കൽ പോലും മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം, മാ റഅയ്തു, ഞാൻ കണ്ടില്ല ഫാത്തിമയെ ളാഹിക ചിരിക്കുന്നതായി കണ്ടില്ല ബഅദ വഫാത്തി അബീഹാ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം 6 മാസം ജീവിച്ച ഫാത്തിമ, എന്റെ ഭാര്യയായ ഫാത്തിമ ഒരിക്കൽ പോലും ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ 3 ദിവസമാണോ? അല്ല, 6 മാസം. ഓരോ സഹാബത്തും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദുഃഖം ആചരിക്കുകയല്ല, ദുഃഖിക്കുകയാണ്, വിഷമിക്കുകയാണ്. എത്രയോ സഹാബത്തിന്റെ കഥ പറയാനുണ്ട്, എത്രയോ സഹാബത്തിന്റെ ചരിത്രം പറയാനുണ്ട് സുഹൃത്തുക്കളെ. അവരെല്ലാവരും റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരാണ്, കൽബ് തുറന്നു സ്നേഹിച്ചവരാ. തൊള്ള കൊണ്ട് നബി സ്നേഹം പറഞ്ഞവരല്ല, വെറുതെ നബിയോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞവരല്ല, നേരെ മറിച്ച് കൽബ് കൊണ്ട് റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരാണ്, ഹൃദയം കൊണ്ട് നബിയെ ഏറ്റെടുത്തവരാണ്. വെറുതെ എന്റെ നബിയാണെന്ന് പാട്ടുപാടി നടന്നവരല്ല, സലാത്തും തസ്ലീമുൻ എന്ന് ചൊല്ലി നടന്നവരല്ല, നേരെ മറിച്ച് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ്.
ഓരോ സഹാബത്തും അങ്ങനെയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുമായുള്ള അടുപ്പം, നബിയും വിശ്വാസികളും തമ്മിലുള്ള അടുപ്പം ഖുർആൻ തന്നെ പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തെക്കാൾ ഉപരി നബി അവർക്ക് വേണ്ടപ്പെട്ടവരാണ്, സ്വന്തം ജീവനേക്കാൾ വേണ്ടപ്പെട്ടവരാണ്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നുവല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘമായി ഒരു ദൗത്യമേൽപ്പിച്ച് പറഞ്ഞു വിട്ടവരാണ്. ആ പറഞ്ഞു വിട്ട കൂട്ടത്തിൽപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇതാ ശത്രുക്കളാൽ പിടിക്കപ്പെടുക മാത്രമല്ല, അവര് മക്കയിൽ കൊണ്ടുപോയി ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അടിമച്ചന്തയിൽ വെച്ച് വിൽക്കുകയും അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അതേ ബനൂ ഹാരിത്ത് ഗോത്രക്കാര് വിലക്ക് വാങ്ങുകയും ചെയ്തു. എന്തിനാ വിലക്ക് വാങ്ങിയതെന്നറിയുമോ? പകരം വീട്ടാൻ വേണ്ടി, ബദറിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾക്ക് പകരം വീട്ടാൻ വേണ്ടി ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ബനൂ ഹാരിത്ത് ഗോത്രക്കാര് വാങ്ങുകയാണ്, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ സന്ദർഭത്തിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിക്കുകയാണ്, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിനക്ക്? നീ വധിക്കപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച വേളയിൽ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ആഗ്രഹമുണ്ടെന്നാണ്. എന്താ നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. 2 റക്അത്ത് നിസ്കരിക്കാൻ അവർ അനുവാദം കൊടുത്തു ഖുറൈശികൾ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വളരെ വേഗം 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. വളരെ വേഗം നിസ്കരിച്ച് വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? എൻ്റെ നിസ്കാരം എനിക്ക് ദീർഘിപ്പിക്കണം എന്നുണ്ട്, എൻ്റെ നിസ്കാരം എനിക്ക് ദീർഘിപ്പിക്കണമെന്നുണ്ട്, ഇനിയും ദീർഘമായി നിസ്കരിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ദീർഘമായി നിസ്കരിക്കാതെ എൻ്റെ നിസ്കാരം ചുരുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഈ വേളയിൽ ഞാൻ നമസ്കാരം ദീർഘിപ്പിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഹുബൈബിന് മരിക്കാൻ പേടിയായതുകൊണ്ട് ഹുബൈബ് ദാ നിസ്കാരം ദീർഘിപ്പിക്കുകയാണെന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് വളരെ വേഗത്തിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചത് എന്ന് പറഞ്ഞ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു തല ഉയർത്തുമ്പോ ഇതാ അവർ പിടിച്ച് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കുരിശിലേക്ക് വലിച്ചു കെട്ടുമ്പോ അവിടെ വെച്ചുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉറക്കെ പാടുകയാണ്, വലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ ഫദാലിക ഫീ ദാതിൽ ഇലാഹി വഇയശ യുബാരിക അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. ഞാനൊരു മുസ്ലിമാണ്, മുഹമ്മദ് നബിയുടെ അനുയായിയാണ്, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വധിക്കപ്പെടുന്ന ഈ നേരത്ത്, ഗളച്ഛേദം ചെയ്യപ്പെടുന്ന ഈ നേരത്ത് ഒരൽപ്പം പോലും വേദന എൻ്റെ കൽബിലില്ല, എൻ്റെ ശരീരത്തിലില്ല, ഒരൽപ്പം പോലും വിഷമം എന്നെ ബാധിക്കുന്നില്ല. കാരണം എൻ്റെ ശരീരത്തെ നിങ്ങൾ ഘട്ടം ഘട്ടമായി വെട്ടിമുറിച്ചാൽ ഓരോ കഷ്ടത്തിനും അല്ലാഹു ബറക്കത്ത് തരുമെന്ന് വിശ്വസിക്കുന്നവനാണു ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഹുബൈബ് വേദനിക്കില്ല കേട്ടോ, ഹുബൈബിന് വേദന ഉണ്ട് എന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, ഹുബൈബ് അങ്ങ് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ഒരുക്കമാണ്, അങ്ങക്ക് രക്ഷപ്പെട്ടു പോകാൻ ഒരു അവസരം കിട്ടും, എങ്ങനെയെന്നറിയുമോ? ഈ താങ്കൾ നിൽക്കുന്ന സ്ഥാനത്ത് താങ്കളെ മാറ്റിയിട്ട് അവിടെ റസൂലിനെ നിർത്തി, പ്രവാചകനെ നിർത്തി, ആ പ്രവാചകനെ നിങ്ങൾ കൊന്നോളൂ, അല്ലെങ്കിൽ ആ പ്രവാചകനെ നിങ്ങളൊന്ന് ആക്രമിച്ചോളൂ എന്നൊന്ന് പറഞ്ഞാൽ, അങ്ങൊന്ന് പ്രഖ്യാപിച്ചാൽ താങ്കൾക്ക് രക്ഷപ്പെട്ടു പോകാം എന്ന് പറഞ്ഞ വേളയിൽ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അതിനനുസൃതമായി ചോദ്യം കേൾക്കേണ്ടി വന്ന മറ്റു ചില സ്വഹാബികളും ഒരുപോലെ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഇല്ല കേട്ടോ, ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഗളച്ഛേദം ചെയ്യുന്നത് പോയിട്ട് പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുപോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലോകം അവരെ നോക്കി പറഞ്ഞത്, അസറത് ഖുറൈശും മുസ്ലിമൻ ഫീ ഗസ്വതിൻ
ഫമളാ ബിലാ വജലിൻ ഇലസ്സയ്യാഫി. വാൾത്തലപ്പുകൾ കൊണ്ടുവന്ന് കഴുത്തിൽ വെച്ചു. യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത മുസ്ലിങ്ങളായ ആളുകളെ, ഖുറൈശികളായ ആളുകൾ വിലങ്ങ് വെച്ചു. അസറത് ഖുറൈശുൻ മുസ്ലിമൻ ഫീ ഗസ്വത്തിൻ ഫമളാ ബിലാ വജലിൻ ഇലസ്സയ്യാഫി. വാൾത്തലപ്പുകൾ കഴുത്തിൽ വെച്ചിട്ടാണ് വിലങ്ങ് വെക്കപ്പെട്ട വിശ്വാസികളായ ആളുകൾ നിർത്തിയിട്ടവർ ചോദിച്ചത്, സഅലൂഹു ഹൽ യുർദീക അന്നക സാലിമു വലകൻ നബിയു ഫിദാ മിനൽ ഇത്ലാഫി. നിനക്ക് രക്ഷപ്പെടണോ? ഒരു വഴിയുണ്ട്. ഹൽ യുർദീക്, നീ തൃപ്തിപ്പെടുമോ? അന്നക സാലിമുൻ, നീ രക്ഷപ്പെട്ടു പോകുന്നതിൽ തൃപ്തനാണോ? വലകൻ നബിയു ഫിദാ മിനൽ ഇത്ലാഫി. മുഹമ്മദ് നബിയെ ഫിദിയായി തന്ന്, നിനക്ക് പകരം തന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹമുണ്ടോ? ആ വാൾത്തലപ്പ് കഴുത്തിലമരുന്ന നേരത്തും അവർ പറഞ്ഞു, കൽഫ അജാബ കല്ലാ ലാ നജൗതു മിനർ റദാ വയുസാബു ഔഫു മുഹമ്മദിൻ ബിറുആഫി. ഞങ്ങൾക്ക് പകരം ഞങ്ങളുടെ നേതാവിന് ഫിദിയ തരുന്നതിന് പോയിട്ട് ഞങ്ങൾക്ക് പകരം റസൂലുള്ളാഹിന്റെ തരിമൂക്കിൽ നിന്ന് ഒരൽപ്പം രക്തം പൊടിയുന്നത് പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുപോലും ഞങ്ങൾക്ക് സഹിക്കില്ല കേട്ടോ. അതുപോലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കല്ലാ ലാ നജൗതു മിനർ റദാ വയുസാബു ഔഫു മുഹമ്മദിൻ ബിറുആഫി. ഞങ്ങൾക്ക് പകരം മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ തരിമൂക്കിൽ നിന്നൊരൽപ്പം രക്തം പൊടിയുന്നത് പോലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് റോഡിൽ പ്രസംഗിച്ചവരല്ല സ്വഹാബത്ത്. റോഡിൽ നിന്ന് ഗീർവാണം നടത്തിയവരല്ല സ്വഹാബത്ത്. തിളങ്ങുന്ന വാളിന്റെ ചുവട്ടിൽ കഴുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞവരാണവര്. സഹോദരങ്ങളെ, ഒരാളല്ല, യാദർച്ഛികമായി ഏതെങ്കിലും ഒരാൾ കാണിക്കുന്ന ആവേശമല്ല. ഏതൊരു സ്വഹാബിയും അങ്ങനെയാണ്. ഏതൊരു സ്വഹാബിയും അങ്ങനെയാണ്. ഏതൊരു സ്വഹാബിയും അങ്ങനെയാണ്. ഉഹദിന്റെ ചരിത്രം പറയുന്നിടത്ത് ഇമാം നസ്വായി കൊണ്ടുവരുന്നൊരു ഹദീസ് ഉണ്ടല്ലോ. ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകൻ യുദ്ധം ചെയ്യുമ്പോ 50ഓളം വരുന്ന അമ്പെയ്ത്തുകാരെ ആ കുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിട്ടാണ് യുദ്ധം നടത്തുന്നത്. നമുക്കറിയാം, ചരിത്രം ഞാൻ പറയുന്നില്ല. ആദ്യഘട്ടത്തിൽ വിശ്വാസികളായ ആളുകൾ അങ്ങോട്ട് വിജയിച്ചപ്പോ അമ്പെയ്ത്തുകാർ തെറ്റിദ്ധരിച്ചു പോയി, യുദ്ധം തീർന്നു എന്ന്. അവരിൽ ചില ആളുകൾ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി ഓടി. മറുഭാഗത്ത് ഉഹദ് ഭൂമിയിൽ ഖുറൈശികളെ നയിച്ചുകൊണ്ടുവന്ന ഖാലിദ് ഇബ്നു വലീദ് രംഗം മനസ്സിലാക്കി തന്റെ സൈന്യത്തെ ആ കുന്നിന്റെ മറവിലൂടെ തിരിച്ചു കൊണ്ടുവന്നൊരു മിന്നലാക്രമണം നടത്തിയപ്പോ സ്വഹാബത്ത് ചിന്നിച്ചെതറി ഓടിപ്പോയി. എല്ലാവരും പല ഭാഗത്തായി പോയി. അവസാനം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 12 ആളുകളും മാത്രം ബാക്കിയായത് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബിയും 12 ആളുകളും മാത്രം ബാക്കിയായപ്പോ മുശ്രിക്കുകളായ ആളുകൾ കരുതി മുഹമ്മദിനെ വകവരുത്താൻ ഇത് തന്നെയാണ് നല്ല സമയമെന്ന് മനസ്സിലാക്കി ആ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ അമ്പുകളുമായി ചീറി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരോട് ചോദിച്ചത്, മല്ലിൽ ഖൗം, ആരാണ് അവരെ നേരിടുക? ആ അമ്പുമായി വരുന്നവരെ ആരാണ് നേരിടുക എന്ന് ചോദിക്കുമ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അന യാ റസൂലല്ലാഹ്, ഞാൻ അവരെ നേരിടാം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ അവിടെ നിൽക്ക്, വേറെ ആരാണുള്ളത്? അപ്പോൾ വേറെ ആള് സ്വഹാബി, അയാൾ രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹം ഓടി ചെല്ലുകയാണ്. എന്നിട്ടോ ആ സൈന്യവുമായി ഒറ്റക്ക് യുദ്ധം ചെയ്യുന്നു. അതേ ഹത്താ ഖുതില, അദ്ദേഹം മരിക്കുന്നത് വരെ, പിടഞ്ഞു വീഴുന്നത് വരെ അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ്. പിന്നെയും നബി ചോദിക്കുകയാണ്, ഇനി ആരാണുള്ളത്? അടുത്തയാൾ പോവുകയാണ്. അങ്ങനെ 12 പേരുണ്ടായിരുന്നത് 11 ചുരുങ്ങി, 11 10 ചുരുങ്ങി, 19 ചുരുങ്ങി, 9 8 മാറി, 8 7 ചുരുങ്ങി, 7 6 മാറി, 6 ഇതാ 5 തീർന്നു. 5 4ലേക്കും 4 3ലേക്കും 3 2ലേക്കും അവസാനം അല്ലാഹുവിന്റെ റസൂലും തൽഹ റളിയല്ലാഹു അൻഹുവും മാത്രം ബാക്കിയാവുകയും ചെയ്ത വേളയിൽ വീണ്ടും നബി ചോദിക്കുകയാണ്, മല്ലിൽ ഖൗം, ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോ അന യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടുകയാണ് മഹാനായ
തൽഹ റളിയല്ലാഹു അൻഹു പടവെട്ടുകയാണ്. ഏതുവരെ? ഹത്താ ആ തൽഹ മഹാനായ ആ തൽഹ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. ഖിതാലൽ 11 ഹത്താ ദുരിബത് യദുഹു ഫഖുതിഅത് അസാബിഉഹു. ആ സൈന്യത്തോട് ഒറ്റക്ക് പോയി യുദ്ധം ചെയ്തിട്ട് അതിലൊരാള് ആഞ്ഞ് വാള് കൊണ്ട് വെട്ടുമ്പോ കൈകൊണ്ട് തടുത്തുപോയി അറിയാതെ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു ആ വെട്ട് കയ്യിൽ വന്ന് പതിച്ചിട്ട് ഏതാണ്ട് ആ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വിരലുകൾ ഇങ്ങനെ മുറിഞ്ഞു വീഴുകയാണ്. ആ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്ക് നിൽക്കുന്നത് കാണുമ്പോ ഇതാ തുരുതുരാ നബിയുടെ നേരെ ശത്രുക്കൾ ആ തക്കം നോക്കി അമ്പുകൾ പായിക്കുന്നത് കാണുമ്പോ അറ്റ് വീണ കൈ ആ കൈയും പിടിച്ചോടിച്ചെല്ലുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണെന്നറിയുമോ? എന്താ പറയുന്നത്? യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് ഭയപ്പെടേണ്ട നബിയേ. ബി അബി അന്ത വ ഉമ്മി യാ നബി അല്ലാഹ്, എന്റെ ഉമ്മയെക്കാളും എന്റെ ഉപ്പയെക്കാളും എനിക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളാണ് നബിയേ. ലാ തുശ്രിഫ് യുസീബുക സഹമും മിൻ സിഹാമിൽ ഖൗം നഹരീദൂന നഹരിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ നേരെ ചിറിപ്പാഞ്ഞു വരുന്ന അമ്പിലൊന്നുപോലും അങ്ങയുടെ ശരീരത്തിൽ പതിക്കില്ല നബിയേ. കാരണം നഹരീദൂന നഹരിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ നെഞ്ചിന് മീതെ തൽഹ നെഞ്ചു വെച്ചിട്ടുണ്ട്. ആ തൽഹയുടെ നെഞ്ചിൽ പതിച്ചു വീഴും ഓരോ അമ്പും, ആ ഓരോ അമ്പും തൽഹയുടെ നെഞ്ചിലല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ പതിക്കില്ല നബിയേ. നഹരീദൂന നഹരിക, നബിയെ നിങ്ങളുടെ നെഞ്ചിന് മീതെ തൽഹയുടെ നെഞ്ചുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് അവർ നബിയെ സ്നേഹിച്ചവരാണ്, റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരാണ്, ഹബീബിനോട് ഹുബ്ബുണ്ടായിരുന്നവരാണ്. അത് വാചാടോപമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്ന മാസമാണ് റബീഉൽ അവ്വൽ. അതേ അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ നബി ജനിച്ച മാസമാണെന്ന ആ കാര്യവും അവർ നമ്മളെക്കാൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവരൊരാൾ പോലും ചിന്തിക്കാത്തത്, അവരൊരാൾക്ക് പോലും ചെയ്യാൻ കഴിയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, നബി സ്നേഹത്തിന്റെ പേരിൽ ചെയ്യാൻ ഇറങ്ങിയ ആളുകളെ കുറിച്ച് എന്ത് പറയാൻ? ആലോചിക്കണം, ചിന്തിക്കണം. വളരെയധികം അപകടകരമായ ഒരു വാദമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. എന്നുവെച്ചാൽ നബിയും സഹാബത്തും അവരൊന്നും ചെയ്തിട്ടില്ല, ഈ ഒരു സ്നേഹം അവരാരും കാണിച്ചിട്ടില്ല. ആ സ്നേഹം കാണിക്കാൻ ഭാഗ്യം കിട്ടിയത് നമ്മളാണ്, വേറാരുമില്ല, നമ്മൾ മാത്രമാണ് അത് കിട്ടിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഈ മാസം, സ്വഹാബികൾ കരഞ്ഞ മാസം, വല്ലാതെ ആഘോഷിച്ച് തെരുവോരങ്ങൾ അലങ്കരിച്ച് അത് വലിയ ആഘോഷമാക്കി മാറ്റി അതിന് തെളിവ് നിരത്തി നടക്കുന്ന ആളുകളെ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. ആലോചിച്ച് നോക്ക്, എവിടെന്നെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഓരോ തെളിവുകളും നിർമ്മിച്ചു കൊണ്ടുവരുന്ന ആളുകൾ, ആയത്തോതി കള്ളർത്ഥം പറയുന്ന, ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകൾ. എന്തിനാണ് സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ, പ്രവാചകനെ സ്നേഹിക്കണോ എങ്കിൽ എന്തെല്ലാം വഴികളുണ്ട്, എന്തെല്ലാം മാർഗമുണ്ട്. ഇതങ്ങനല്ല. ഈ മാസം ആ നബിയുടെ പേര് പറഞ്ഞ് പോലും കള്ളക്കച്ചവടങ്ങൾ, അല്ലേ? നബിയുടെ തിരുകേശം എന്ന് പറഞ്ഞിട്ട് ആ തിരുകേശം കൊണ്ട് ഒരു ബർക്കത്തെടുക്കുക, വെള്ളമിട്ട ആ മുടി കിട്ട വെള്ളമാണ്, അതുപോലെ തന്നെ ബർക്കത്തുള്ളതാണ്, പുതിയ മുടി കിട്ടിയിട്ടുണ്ട്. എന്തെല്ലാം തട്ടിപ്പുകളാണ് ഈ ഒരു മാസത്തിൽ നടത്തുന്നത്, എന്തെല്ലാം തട്ടിപ്പുകൾ. എന്നിട്ട് അത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് എന്തെല്ലാം ബർക്കത്തെടുക്കണം, വെള്ളം ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ വെള്ളം കുടിക്കണത്. ആരുടെ മുടിയാണെന്ന് പോലും തിരിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാ ഇത്ര ഗതികെട്ട് ബർക്കത്തെടുക്കാൻ നടക്കണേ? ഇത്ര ഗതികെട്ട് ബർക്കത്തെടുക്കണോ? ബോംബെ നിന്ന് വന്നതാണ്, അബുദാബിയിൽ നിന്ന് വന്നതാണ്, അവിടെ നിന്ന് വന്നതാണ്, ഇവിടെ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് തെളിവുണ്ടോ, രേഖയുണ്ടോ, ഒന്നും അറിയില്ല. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? അയ്യുഹൽ മുസ്ലിം തുബർരിക് ബിസുന്നതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയിൽ നിന്ന് ഉറപ്പുള്ള പ്രവാചകന്റെ വാക്കുകൾ ഇവിടെയുണ്ട്. തുബർരിക്, അതുകൊണ്ട് നിനക്ക് ബർക്കത്തെടുത്തൂടെ? അത് വേണ്ട. ബുഖാരിയിലെ 4000-ഓളം വരുന്ന ആവർത്തനമില്ലാത്ത ഹദീസുകൾ സ്വഹീഹ്, ആവർത്തനൊഴിച്ചുള്ള 4000-ഓളം വരുന്ന ഹദീസുകൾ സ്വഹീഹായ നിലക്കുണ്ട്. വേണ്ട, നബിയുടേതാണത്. തുബർരിക് ബിഅഫ്ആലിഹി വഅഖ്വാലിഹി വഔസാഫിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇവിടെയുണ്ട്, ഖൗലുകളുണ്ട്, ഫീലുകളുണ്ട്. ബർക്കത്തെടുക്കാൻ ആളുണ്ടോ? ബർക്കത്തെടുക്കാൻ ആളുണ്ടോ? നബിയുടേതാണെന്ന് ഉറപ്പിച്ചു തന്നത്,
നബിയുടെ അധരങ്ങളിൽ നിന്ന് വീണതാണ് എന്ന് ഉറപ്പിച്ചു കിട്ടിയത്, ഒരു സംശയമില്ലാത്ത രൂപത്തിൽ മുസ്ലിം ലോകം കൈമാറി തന്നത്, അത് സ്വീകരിക്കോ? അതുകൊണ്ട് ബർക്കത്തെടുക്കോ? അത് വേണ്ട. ആരാന്റെ മുടി അവിടെ ഉണ്ട്, അതിലിട്ട് അത് കലക്കി അത് കുടിച്ച് നടക്കുക. സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള എല്ലാ അബദ്ധ വിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നബിയോട് ഹുബ്ബുണ്ടെങ്കിൽ, പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അധമ പ്രവർത്തനങ്ങൾ നടത്തുകയല്ല വേണ്ടത്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറി തന്ന സുന്ദരമായ ആദർശം ഇവിടെയുണ്ട്. നബി പറഞ്ഞത് ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാണ്, ഇരുളില്ലാത്ത വഴിയാണ് എന്നാ നബി പറഞ്ഞത്. ഞാനത് നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ, നിങ്ങളെ ആ തെളിഞ്ഞ വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാണ്. ആ വഴിയുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കുക. ആ വഴിയിലൂടെ നിങ്ങൾ നടക്ക്, ആ മാർഗം നിങ്ങൾ സ്വീകരിക്കുക. അവിടെ നമ്മൾ ആരുമില്ല, ആ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല. അള്ളാഹുവിന്റെ ദീനിനെ അവമതിക്കുന്ന പ്രവർത്തനങ്ങൾ പല രംഗത്തുണ്ട് അല്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന 1000 ദുരാചാരങ്ങൾ, അത് വെച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ, നമുക്കറിയാം ഇസ്ലാമിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 1000 വിഷയങ്ങൾ. ഇപ്പൊ നമുക്കറിയാം പുതിയൊരു നാടകം പുറത്തു വന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് 1-ാം തീയതി അതിനെ സംബന്ധിച്ച് കോഴിക്കോട് ഒരു വിശദീകരണമുണ്ട്, 5-ാം തീയതി ആലപ്പുഴയിൽ വേറൊരു വിശദീകരണമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമയങ്ങളിൽ കൂടുതൽ അതിനെ സംബന്ധിച്ച് വിവരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയ ആദർശത്തെ വിമർശിച്ചുകൊണ്ട്, നിലപാടുകളെ വിമർശിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, സ്വർഗത്തെ വിമർശിച്ചുകൊണ്ട്, ഹൂറുൽ ഐൻ എന്ന് പറയുന്നതിനെ വിമർശിച്ചുകൊണ്ട്, അതിനൊന്നും മറുപടി പറയാനോ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കാനോ അതിൻ്റെ നിജാവസ്ഥ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും മെനക്കെടാതെ ഏതെല്ലാം ദുരാചാരങ്ങളുണ്ടോ ആ ദുരാചാരങ്ങളെല്ലാം ഈ സമൂഹത്തിൻ്റെ മേൽ എടുത്തു വെച്ച് അത് സമൂഹത്തിന് ചുമക്കാൻ കൊടുത്ത് അതുവഴി ചൂഷണം ചെയ്യുന്ന വഴികൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്ന പുരോഹിതന്മാർ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ കൃത്യമായി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാനും നമ്മളെല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ, അതിൻ്റെ വാഹകരായി, അതിൻ്റെ പ്രയോക്താക്കളായി, അതിൻ്റെ പ്രചാരകരായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, നിൻ്റെ ദീനിൻ്റെ ഖാദിമുകളായി ജീവിക്കാൻ, നിൻ്റെ ഹബീബിൻ്റെ മഹബൂബുകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.